AR ആകാശ്, അത് വേറെ ആരുമല്ല, ഞാനാണ്. കേരളക്കരയാകെ ബിഗ് ബോസിൻ്റെ വോട്ടിങ് കാര്യങ്ങളും ചെയ്യുന്ന ഇഷ്ടം പോലെ കിഴങ്ങേശ്വരന്മാരുണ്ട്. ആ കിഴങ്ങന്മാരെല്ലാം തെറ്റിച്ചുകൊണ്ട് കറക്റ്റ് പറയുന്ന ഒരേ ഒരു ചാനൽ AR ആകാശിൻ്റെ എന്ന് ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു. ജനങ്ങളാണ് വിധി എഴുതിയത്. ഒരുപാട് പേര് കമൻറ്റ് ഇട്ട് ചേട്ടൻ പറഞ്ഞതിന് ശരി, ബാക്കിയുള്ളവരൊക്കെ വെറുതെ വന്ന് പറയുകയാണ്. കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ചൊക്കലും കഴിച്ചിരുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. കൂടാതെ തന്നെ നിങ്ങൾക്ക് എല്ലാ അഭിപ്രായങ്ങളും എൻ്റെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലേക്ക് അയക്കാം. കൂടാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി. ഞാൻ 3 ആഴ്ചയായിട്ട് ഞാൻ പറയുന്ന ആൾക്കാർ മാത്രമേ പോവുള്ളൂ. അതങ്ങനെ സംഭവിക്കും, അതങ്ങനെ നടക്കൂ. സോ ഗൈസ്, നമുക്ക് നേരെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റിലേക്ക് പോവാം. സോ ഗൈസ്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു നന്ദന പോവും, സായി പോവും, നോറ പോവും. നിങ്ങൾക്ക് എൻ്റെ ലൈവ് അപ്ഡേറ്റ് കാര്യങ്ങൾ എടുത്താൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞ കറക്റ്റായിരുന്നു, നന്ദന പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്, ഒരാളെ സീക്രട്ട് റൂമിലെടുത്ത കാര്യം എല്ലാ വർഷവും ഉണ്ടാകുന്നൊരു ചടങ്ങാണ്. ഒരാളെ കൊണ്ട് ഒരു റൂമിൽ ഇരുത്തിയിട്ട് പൂർവാധീനം ശക്തിയോടെ തിരിച്ചു വന്നിട്ട് അവർ തിരിച്ചടിക്കണം. അങ്ങനെ ഒന്നെങ്കിൽ സായി ഇരുത്തണം, അതല്ലെങ്കിൽ നോറ ഇരുത്തണം. അതാണ് ഇവർ തമ്മിലുള്ളൊരു BB ആണ് എൻ്റെ ഒരു തല. അപ്പോൾ ഈ സായി ഇരുത്തിയിട്ട് കാര്യമില്ല. സായി ഇരുത്തിയിട്ട് സായി വന്നു കഴിഞ്ഞാൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ തീയാവും, കാട്ടു തീയാവും. എൻ്റെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറയാൻ പൊട്ടിക്കും, ഇപ്പം പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സായി ഉണ്ട്, സായിയെ കൊണ്ട് അതിൻ്റെ അത് തിരുത്തിയിട്ട് അതിന് സായിക്ക് ഒരു കാര്യവും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് നോറയെ കൊണ്ട് ഇരുത്തിയത്. സാധാരണ സീക്രട്ട് റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച ഇരുത്തും. ഇപ്പോൾ ഗ്രാൻഡ് ഫിനാലൊക്കെ അടുത്തുകൊണ്ട് പിന്നെ ഒരാഴ്ച നിർത്തിയതിൽ വെറും ഒരു ദിവസം കൊണ്ട് ഇരുത്തിയിട്ട് നോറ പുറത്തായപ്പോൾ അവർക്ക് എങ്ങനെയൊക്കെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ മാത്രം. അപ്പോൾ നോറയെ കൊണ്ടിരുത്തിയപ്പോൾ തന്നെ പുറത്ത് സംസാരമൊക്കെ വന്നായിരുന്നു. അയ്യോ, നോറ പോയപ്പോൾ ആരും കരച്ചിലില്ല, ബഹളമില്ല. പക്ഷേ നോറ സ്വന്തമായിട്ട് കരഞ്ഞിട്ടാണ് പോയത്. അല്ലാതെ നോറ പോയപ്പോൾ എല്ലാവരും സന്തോഷിച്ചാണ് ഇരുന്നത്. എല്ലാവരും, സിജോ, സായി, എന്താ പറയുക, എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവരും നല്ല. സായി പക്ഷേ സന്തോഷിച്ചില്ല. സായി പറഞ്ഞ് കയറിപ്പോടി എന്നൊക്കെയാണ് സായി പറഞ്ഞത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും സന്തോഷിച്ചിരുന്നു. ജാസ്മിനൊക്കെ നല്ല സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെയാണ് ജാസ്മിൻ നെഗറ്റീവ് നല്ല സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. മറ്റേ പേരെന്തോന്നു, സിബിനൊക്കെ പിന്നെയും ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സിബിൻ്റെ ഇൻ്റർവ്യൂ എല്ലാം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനോട് കളിക്കാൻ പോകില്ല, അല്ലാതെ നീ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം, ജാസ്മിനോട് കളിക്കാൻ പോലും നീ അല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് എൻ്റർടൈൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജാസ്മിൻ എല്ലാവരും കൂടെ പറഞ്ഞ് ജാസ്മിൻ ഇപ്പം 2ാം സ്ഥാനമാണ്. ഈ 2ാം സ്ഥാനം ജാസ്മിൻ ഫാൻസ് മാത്രം ഇട്ടതാണ്. എനിക്ക് തോന്നുന്നു ജാസ്മിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് പേര് വന്ന് നിൽക്കുന്നുണ്ട്. കാര്യം ഏത് നിമിഷം വേണമെങ്കിൽ ഈ 2ാം സ്ഥാനം പോയേക്കാം, അത് ഉറപ്പാണ്. കാര്യം 2,22,234 വോട്ടാണ് ജാസ്മിനുള്ളത്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറേ പേര് വന്ന് നിൽപ്പുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാവും ഇതൊരു വമ്പിച്ച ഭൂരിപക്ഷം ലീഡിങ് അല്ല. കാര്യം സോഷ്യൽ മീഡിയയിൽ നല്ല നെഗറ്റീവ് എന്ന് വെച്ചാൽ നല്ല നെഗറ്റീവ്. ഇപ്പം തന്നെ സിബിനൊക്കെ വന്നിട്ട് ഹൈദരലിയിൽ ഇൻ്റർവ്യൂ പറയാണ്, നീ ഗെയിം കളിച്ചോ ഒന്നും കുഴപ്പമില്ല, പക്ഷേ ജാസ്മിൻ്റെ അടുത്ത് പോയി അങ്ങനെ പറഞ്ഞൊന്നും കളിക്കാനൊന്നും വേണ്ട, നീ അല്ലാതെ ഒറ്റ ഗെയിം കളിച്ചു എന്നൊക്കെ പറഞ്ഞൊരു സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ്റെ അടുത്ത് അപ്പം തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലാവും ജാസ്മിന് കപ്പ് കൊടുക്കാൻ വേണ്ടി ബിഗ് ബോസ് അവരെല്ലാം തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്. ജിൻഡോയ്ക്ക് കൊടുക്കില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. കാര്യം ജാസ്മിന് തന്നെയാണ് ഒരു കപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ വീക്കിൽ ലാലേട്ട വന്ന സമയത്തിന് ഒരുപാട് ജാസ്മിന് തന്നെ നെഗറ്റീവ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലാലേട്ട വന്ന സമയത്ത് ഗെയിമോ കാര്യങ്ങളോ ഒന്നും ഇന്നേ വരെ ജാസ്മിൻ ചെയ്തിട്ടില്ല. പക്ഷേ ജാസ്മിൻ മാത്രമാണ് ശനി ഞായറുള്ള സ്ക്രീൻ പ്രസൻറ്റ് മൊത്തം ലാലേട്ട വന്നപ്പോൾ ഫുൾ ജാസ്മിൻ തന്നെയായിരുന്നു. അങ്ങനെ എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ജാസ്മിൻ നെഗറ്റീവിൻ്റെ ഒരു അയ്യര് കളിയാണ്. ഗ്രാൻഡ് ഫിനാലോട്ട് അടുത്തപ്പം ഇഷ്ടം പോലെ നെഗറ്റീവ്. സിബിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങളെടുത്താൽ മനസ്സിലാവും. അതിലൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിനൊക്കെ എന്തോ വലിയ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രാൻഡ് ഫിനാലെ കഴിയുമ്പോൾ എന്തായാലും പൊട്ടിത്തെറിക്കും. സിബിൻ്റെ ഒന്നും ഗ്രാൻഡ് ഫിനാലോട്ട് വിളിച്ചിട്ട് പോലുമില്ല. പിന്നെ അതുപോലെ തന്നെ ജാസ്മിൻ്റെ എല്ലാവരും നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. കാര്യം ഇന്നലെ തന്നെ ജാസ്മിൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. അപ്പോഴത്തേക്കും ജിൻഡോ കയറി ഉടക്കി. പഴയതൊന്നും അങ്ങനെ ഓർക്കണ്ട. കാര്യം ജാസ്മിന് ഓർമ്മ വന്നത് ഗബ്രിയുടെ കാര്യങ്ങളാണ്. ഈ ഗബ്രിയുടെ കാര്യങ്ങൾ ഓർമ്മ ജിൻഡോ വരണം അങ്ങനെയൊന്നും ഓർക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കുകയാണ്. ഇന്നലെ ജാസ്മിൻ സത്യത്തിൽ ജിൻഡോയെ തളർത്തി കളഞ്ഞു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജാസ്മിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. കാര്യം ഗബ്രിയെ ഓർക്കണോ അല്ലെങ്കിൽ ഗബ്രി ഓർക്കണ്ടേ എന്നൊക്കെ തീരുമാനിക്കേണ്ടതെല്ലാം ജാസ്മിൻ്റെ തീരുമാനങ്ങളാണ്. ജാസ്മിൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ജിൻഡോ എന്നല്ല, ബിഗ് ബോസ് അല്ല, ആരും ഇടപെടേണ്ട ആവശ്യമില്ല. ജനങ്ങളായ നമ്മൾ പോലും ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത്. അത് ശരിയാണ്, സ്വന്തം വ്യക്തിത്വത്തെയാണ് അവൾ ജാസ്മിൻ പറയുന്നത്. പിന്നെ പക്ഷേ ജാസ്മിൻ ഒരുപാട് നെഗറ്റീവ്, ഇഷ്ടം പോലെ നെഗറ്റീവാണ്. എങ്കിൽ പോലും ജാസ്മിൻ കയറി വരുന്നുണ്ട്. ഈ നെഗറ്റീവ് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ജാസ്മിൻ എന്തായാലും കപ്പടിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പം നല്ല നെഗറ്റീവാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ നെഗറ്റീവ്. കാര്യം ഇന്നലത്തെ ഒരു മറ്റേ ഗബ്രിയുടെ എന്തോ ഇനാഗ്രേഷനാണ്, ഗബ്രിയുടെ ബന്ധുവിൻ്റെ അത് കൊച്ചിൻ്റെ അങ്ങനെ അതിൽ വന്നപ്പോഴാണ് സിബിന് പറഞ്ഞത് ജാസ്മിൻ്റെ അടുത്തൊന്നും അങ്ങനെ പോകണ്ട, നീ അല്ലാതെ ഗെയിം കളിച്ചോ, അതിപ്പം ഉള്ളതാണോ ഇല്ലാത്തതാണോ, അതല്ല സിബിൻ കയ്യിൽ നിന്ന് ഇടുന്നതാണോ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഇത് ഗെയിം ഇങ്ങനെ പറയുമ്പം
ജാസ്മിന് നെഗറ്റീവ് ആവും. അത്രത്തോളം സോ ഇപ്പോൾ കുറച്ച് ആൾക്കാർ ജാസ്മിൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ജാസ്മിന് പോവും. അങ്ങനെ കിട്ടാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പറയുന്നത് ഞാൻ ജാസ്മിൻ ഫാനാണെന്ന്. ഞാനൊരിക്കലും ജാസ്മിൻ ഫാനല്ല. പക്ഷേ ജാസ്മിൻ ഒരുപാട് സോഷ്യൽ മീഡിയ നെഗറ്റീവ് ബൂസ്റ്റപ്പ് നടത്തുന്നതുകൊണ്ട് ഞാനിങ്ങനെ പോസിറ്റീവ് പറയാൻ ശ്രമിച്ചു, അത്ര തന്നെ. അല്ലാതെ ഇപ്പോൾ ജാസ്മിൻ്റെ കുഞ്ഞവരെ മോളൊന്നും അല്ലടേ. ഞാൻ പറയാനുള്ള പറഞ്ഞു. പിന്നെ ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ്. അത് മാത്രമാണ് എനിക്ക് ഒരു ഗെയിമർ എല്ലാവരും കൂടെ നെഗറ്റീവ് അടിക്കുമ്പോൾ എനിക്കത് ചോദിച്ചു അത്രയേ ഉള്ളൂ. കാര്യം ഈ ജിൻഡോ എന്ന വ്യക്തിയെ കാട്ടിയും നല്ലൊരു ഗെയിമർ ജാസ്മിൻ തന്നെയാണ്. ഈ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും കണ്ടൻറ്റ് ഇഷ്ടംപോലെ കൊടുക്കാനും തന്നെ ഒരുപാട് കണ്ടൻറ്റ് കൊടുത്തത് ജാസ്മിൻ തന്നെയാണ്. അപ്പോൾ ഈ വർഷത്തെ ഒരു ഷോ കുറേ പേര് കാണാനും കുറേ പേർക്ക് ഇഷ്ടപ്പെടാതെ പോയതും കുറേ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാസ്മിൻ ഗബ്രി കോംബോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫോർ എക്സാമ്പിൾ എനിക്കും ഇഷ്ടപ്പെട്ടില്ല. എന്തുവാ കാണിക്കുന്നത്? കാര്യം നമുക്കൊക്കെ പിന്നെ മനസ്സിലാവും ഇതൊരു ബെസ്റ്റ് പോലെയാണ്, അങ്ങനെയൊക്കെയാണ് അന്തരക്കല ചെയ്യട്ടെന്നൊക്കെ നമ്മളങ്ങ് പോകും. പക്ഷേ നാട്ടുകാർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ വീട്ടുകാർക്കും ഈ ജാസ്മിൻ്റെ വീട്ടിൽ ബാപ്പയൊക്കെ ചീത്ത വിളിച്ച് ആ ഒരു വോയിസ് റെക്കോർഡ് അങ്ങനെ നെഗറ്റീവിൻ്റെ അയ്യര് കളിയാണ്. അതുകൊണ്ട് തന്നെ ജാസ്മിന് കപ്പ് കിട്ടാനുള്ള ചാൻസ് വളരെ 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 കുറവാണ്. കാര്യം കിട്ടില്ല. കാര്യം അത്രത്തോളം നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തുകൊണ്ട് ജാസ്മിൻ ആർക്കൊക്കെ എങ്ങനെയൊക്കെ നെഗറ്റീവ് അടിക്കാൻ പറ്റും അങ്ങനെയൊക്കെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ പാവത്തിന് നെഗറ്റീവ് അടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ഈ ഗ്രാൻഡ് ഫിനായിട്ട് എടുക്കുമ്പം അങ്ങനെ ഉണ്ടാകുന്ന സ്ഥിരം സംഭവമാണ്. അതങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ജിൻഡോയ്ക്ക് തന്നെയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജിൻഡോ തന്നെ കപ്പടിക്കും. പക്ഷേ ജിൻഡോയും കാട്ടിയും കൂടുതൽ കണ്ടൻറ്റ് കൊടുത്തത് ജാസ്മിനാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. വന്ന സ്റ്റെപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ജാസ്മിൻ വന്ന സമയത്ത് ആർക്കും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഈ ജാസ്മിൻ നിലനിന്ന കാര്യം എന്ന് വെച്ചാൽ ജാസ്മിൻ്റെ എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇൻഫ്ലുവൻസർ അങ്ങനെ ഉള്ളതുകൊണ്ട് മാത്രം അങ്ങനത്തെ ഹോട്ടലിൽ നിന്നെയാണ്. കാര്യം ജാസ്മിൻ ഗബ്രി കോംബോ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ജാസ്മിൻ ആ കോംബോയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ജാസ്മിൻ ഗെയിം കളിക്കുന്നുണ്ട്, കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ ആക്റ്റീവ് ആകുന്നുണ്ട്. പിന്നെ ഈ ഹൈജീൻ്റെ കാര്യമൊക്കെ വന്നിട്ട് ജാസ്മിൻ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ജാസ്മിൻ ചായയിൽ തുമ്മിയെന്ന്. അപ്പം നിങ്ങൾ ചിന്തിക്കണം, ജാസ്മിൻ ചായയിൽ തുമ്മിയത് അത് ലാലേട്ടനെടുത്ത് പറഞ്ഞ് അത് അത്രത്തോളം വിഷയമായി, പിന്നെ ചർച്ചയായി. അത് രണ്ടാമത് ടി വിയിൽ കാണിച്ച്. അപ്പോൾ അതുപോലെ തന്നെയാണ് ജിൻഡോ ദോശമാവിൽ നക്കുക. ആദ്യം നക്കി പിന്നെയും നക്കുക. എന്നിട്ട് ആ രണ്ട് കൈയും വെച്ച് കഴുകാതെ തന്നെ പിന്നെ മാവിട്ട് കലക്കുക. അത് ആരും ചർച്ചയാക്കിയിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അത് ജസ്റ്റ് ഒന്ന് കണ്ട് മാത്രമേ പോയുള്ളൂ. അപ്പോൾ അത് ഹൈജീനിൻ്റെ കാര്യം മാത്രം അതിലും വരുന്നതാണ്. അപ്പോൾ അതൊന്നും ആരും ചോദിക്കാനോ പറയാനോ വരുന്നില്ല. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പം പിന്നെ പഴയ കാര്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള ഒരു ഗ്രാഫ് നിങ്ങൾക്ക് എടുത്താൽ മനസ്സിലാവും. ജാസ്മിനെ ഗ്രാഫ് മാറി വന്നിട്ടുണ്ട്. ജാസ്മിൻ്റെ പഴയ ഗ്രാഫ് ഭയങ്കര മോശം ഗ്രാഫായിരുന്നു. ആ ഗ്രാഫ് മാറി ജാസ്മിന് കേരളക്കാരാകെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കുട്ടിയായി മാറി ജാസ്മിൻ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ട് വന്ന് പിന്നെയും ഒരു എന്താ പറയുക, എല്ലാവരും പറഞ്ഞ് ഈ കപ്പ് ജാസ്മിന് തന്നെ കൊടുക്കണം, അങ്ങനത്തെ ഒരു തോട്ട് പോയിക്കൊണ്ടിരിക്കും. അതാണ് പ്രശ്നം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ അതിൽ നിന്ന് ഇറങ്ങുന്ന ആര് എയർപോർട്ടിൽ വന്നാലും ഈ ക്യാമറ കൊണ്ട് കുറേ മാതിരി പോകും കേട്ടോ. അവന്മാർ പോയിട്ട് ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ ആ കപ്പ് ജാസ്മിൻ തന്നെ കൊടുക്കും, അങ്ങനെ ഒരു അൺഫെയർ നടക്കുന്നുണ്ടോ? എടാ, ജനങ്ങൾ മണ്ടന്മാരാണ്. എൻ്റെ ചോദ്യം അങ്ങനെയാണ്. ജനങ്ങൾ മണ്ടന്മാരാണ്. ഈ ജനങ്ങളെ മണ്ടന്മാരാക്കുന്നത് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഇറങ്ങി വന്നവരാണ് ജനങ്ങളെ മണ്ടന്മാരാക്കുന്നത്. ഇപ്പോൾ സിബിൻ അവിടെ നിന്ന് ഇറങ്ങിയത് സിബിൻ പറയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ്റെ ഗെയിം കളിക്കാൻ പോലും അങ്ങനെയാണ് ഇങ്ങനെ നല്ലത് ഒറ്റക്കളി എന്ന് സിബിൻ പറയുകയാണ്. ഇത് അവിടെ നിന്ന് പറഞ്ഞോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. ഇത് സിബിൻ പറഞ്ഞത് തന്നെ നമുക്കറിയാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം സിബിന് ജാസ്മിൻ്റെ അടുത്ത് എന്താ പറയുക, ഈ ഗെയിമിൻ്റെ ഒരു കാര്യം വെച്ച് ജാസ്മിൻ കപ്പടിക്കരുത് എന്ന് സിബിന് തോന്നിക്കണം. അതുകൊണ്ടായിരിക്കാം. എന്നിട്ട് സിബിൻ തന്നെ പറയണത് എൻ്റെയും ആ പുള്ളിക്കാരിയുടെയും ജോലി തമ്മിൽ തന്നെ രാപ്പകൽ വ്യത്യാസമുണ്ട്. ഈ രാപ്പകൽ വ്യത്യാസവും അതൊന്നും അല്ല കാര്യം. നിങ്ങൾ രണ്ടുപേരും കളിക്കാൻ പോകുന്നത് ഒരു കപ്പിന് വേണ്ടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പുറത്തിറങ്ങിയിട്ട് സിബിന് ചിലപ്പോൾ വൈരാഗ്യം വന്ന് സിബിന് പറഞ്ഞായിരിക്കും കപ്പടിക്കാനൊന്നും പറ്റിയൊന്നുമില്ല, അവൾക്ക് മാക്സിമം നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ കപ്പടിക്കില്ല, ജിൻഡോ തന്നെ കപ്പടിക്കും. അതിന് വേണ്ടിയുള്ള എല്ലാ ബൂസ്റ്റപ്പ് നടത്തുന്നുണ്ട്. ജിൻഡോയ്ക്ക് നല്ല രീതിയിൽ പോസിറ്റീവ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ജാസ്മിൻ നല്ലൊരു കുട്ടിയായി മാറി കേരളക്കാരെയൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടപ്പോഴും ഈ പുറത്തെ സ്പ്രെഡ് കാരണം അതങ്ങനെ നെഗറ്റീവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ജാസ്മിൻ ടോപ്പ് 2 പോലും വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അത്രത്തോളം വോട്ട് ബാക്കിലാണ്. കാര്യം ജാസ്മിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് പേരുണ്ട്. ഏത് നിമിഷം വേണമെങ്കിൽ വോട്ടിങ്ങൊക്കെ മറിയാം. ഞാൻ ഇപ്പോഴും പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടതെന്ന് മാക്സിമം കമൻറ്റ് ചെയ്യണം. ജാസ്മിൻ ആണെങ്കിൽ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളിട്ട് എൻ്റെ കമൻറ്റ് ബോക്സ് നിറയ്ക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ജാസ്മിൻ ആരും കുറ്റപ്പെടുത്തുന്നില്ല. ജാസ്മിൻ ഫാൻസ് എല്ലാവരും ജാസ്മിൻ്റെ കൂടെ എപ്പോഴും കട്ടയ്ക്ക് കൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന് ഒത്തിരി നെഗറ്റീവ് ഉണ്ട്. എടുത്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈജീൻ്റെ കാര്യം തന്നെ. അപ്പോൾ അത് ചെയ്ത ജാസ്മിൻ മാത്രമല്ല തെറ്റുകാരി. ജാസ്മിൻ ചെയ്ത അതേ പ്രോസസ്സാണ് ആര് ചെയ്തത്, ജിൻഡു ചെയ്തത്. അപ്പോൾ ജിൻഡുവും തെറ്റുകാരാണ്, അതാരും പറയുന്നില്ല അതൊന്നും. പിന്നെ ഒരുപാട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു വ്യക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ ആരുമില്ല, ജാസ്മിൻ തന്നെയാണ്. നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഒരാളെ പേര് പറഞ്ഞാൽ ജിൻഡോയുടെ പേര് പറയണ്ട. ജിൻഡോയുടെ കണ്ടൻറ്റൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര മോശം കണ്ടൻറ്റ്. ജിൻഡോയുടെ കണ്ടൻറ്റ് എങ്ങനെയാണ് ജിൻഡോ കണ്ടൻറ്റ് ആക്കുന്നത്?
ഇന്നലെ തന്നെ ജാസ്മിൻ വെറുതെ ഇരുന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് അതേ കയറി തൂങ്ങിയാണ് ആര് ജിൻഡോ. അല്ലാതെ ജിൻഡോയ്ക്ക് ഇന്നേ ഒരു കണ്ടൻറ്റോ കാര്യങ്ങളോ ജിൻഡോയ്ക്കില്ല, ഇല്ലേ? ജിൻഡോയുടെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ മിണ്ടി കഴിഞ്ഞാൽ അപ്പോൾ ആ വള്ളി കയറി പിടിച്ചിട്ട് അതിൽ തൂങ്ങി ഇനി കുറച്ച് നേരം ജാസ്മിന് കയറി കൊല്ലാം എന്നാണ് ജിൻഡോയുടെ ഒരു തോട്ട്. അല്ലാതെ ജിൻഡോയ്ക്ക് സ്വന്തം ഒരു നിലപാട് ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ജിൻഡോയ്ക്കില്ല എന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജിൻഡോയുടെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ എഴുതിയിട്ട്. ജാസ്മിൻ്റെ കണ്ടന്റ് എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട്. ഈ വീട്ടുകാരുൾപ്പെടെയുള്ള വീട്ടുകാർ അത്രയ്ക്ക് കലിപ്പുണ്ടായ കണ്ടൻറ്റാണ്. ആദ്യം തുടങ്ങിയ സമയത്ത് വലിയ കണ്ടൻറ്റ്, പിന്നെ അതിനുശേഷം ഈ കണ്ടൻറ്റ് മാറി നമ്മൾ ഒരാൾ നന്നായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാളുടെ അടുത്തേക്ക് ഈ പഴയ കാര്യങ്ങൾ കുത്തി നോക്കരുത്. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഒരാളൊരു കൊല ചെയ്ത് ഒരാൾ കൊല ചെയ്ത് എന്നിട്ട് അയാൾ ജയിലിൽ പോവുക, എന്നിട്ട് അയാൾ തിരിച്ചു വന്നിട്ട് പറയണം സമൂഹം അയാൾ അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട്? അയാളൊരു കൊല ചെയ്തു. അതുപോലെയാണ് ഇപ്പോൾ ജാസ്മിൻ അതിൻ്റെ അകത്ത് പോയിട്ട് ജാസ്മിൻ ഗബ്രി ഒരു കോംബോ ആയി. ആ കോംബോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആ കോംബോ അതില്ലാതായി. ലാസ്റ്റ് ജാസ്മിൻ ഒറ്റയ്ക്ക് കളിക്കുക. പിന്നെ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വരുന്നു. ഈ ഇഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിലെ പുള്ളിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന് കപ്പ് കൊടുക്കണം എന്നൊരു പുള്ളിങ്ങാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജാസ്മിന് കപ്പ് കൊടുക്കുന്നത് എങ്ങനെ? അതെങ്ങനെ സംഭവിക്കും? നോട്ട് ഇമ്പോസിബിൾ. ഫസ്റ്റ് 3 ലക്ഷമാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വോട്ട് നേടിയെടുത്തത് വേറെ ആരുമില്ല, ജിൻഡോ ആണ്. ജിൻഡോ തന്നെ കപ്പടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പടിക്കാൻ ചാൻസ് കൂടുതൽ ജിൻഡോയ്ക്കാണ്. പക്ഷേ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ജിൻഡോ വളരെ ബാക്കിലായിരുന്നു. പക്ഷേ ജിൻഡോ ഒരു സമയത്ത് എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി അങ്ങനെ ഈ കരച്ചിലും സെൻറ്റിമെൻറ്റ് ഡയലോഗുകൾ അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് ജിൻഡോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ജിൻഡോയുടെ കണ്ടൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കണ്ടൻറ്റും ജാസ്മിനെ വെച്ചാണ് ജിൻഡോ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിൻഡോ ജാസ്മിൻ ഇവർ രണ്ടുപേര് ടോപ്പ് 1 അല്ലെങ്കിൽ ടോപ്പ് 2 ഇവർ രണ്ടുപേരാണ് നിൽക്കേണ്ടത്. കാര്യം ഇവർ രണ്ടുപേര് തന്നെയാണ് ഇഷ്ടം പോലെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തതും. സോ ഇപ്പം ജാസ്മിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈജീൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. സെയിം പ്രശ്നമാണ് ജിൻഡോയ്ക്ക് വന്നിട്ടുള്ളത്. മാവ് എടുത്തിട്ട് നക്കിയിട്ട് അതിൽ കൈയിട്ട് അത് പക്ഷേ ആരും ചർച്ചയാക്കിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ജിൻഡോയുടെ അടുത്ത നെഗറ്റീവാണ് ഞാൻ പറയാൻ പോകുന്നത്. ജിൻഡോ 18+ ഒരുപാട് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കിട്ടിയതാണ് ജിൻഡോയ്ക്ക്. പിന്നെ ഒരുപാട് ചീത്ത വിളിച്ച ജിൻഡോ. പിന്നെ അതുപോലെ തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടല്ല, ഒരു പെൺകുട്ടിയെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വളി അങ്ങ് വിടുക. വളി വിട്ടിട്ട് എനിക്ക് നിൻ്റെ ഇത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതൊക്കെയാണ് ഏറ്റവും മോശം കണ്ടൻറ്റ്. എന്നിട്ട് അടുക്കളയിൽ ജട്ടി കൊണ്ടുവയ്ക്കുക, ഇട്ട ഷഡ്ഡി കൊണ്ടുവച്ചിട്ട് അത് ഫണ്ണ്. ജിൻഡോ അടിക്കുന്നതൊക്കെ ജനങ്ങൾക്ക് ഫണ്ണായിട്ടാണ് തോന്നുന്നത്. അതെങ്ങനെയാണ് ഫണ്ണെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലതൊക്കെ ഫണ്ണാണ്, പക്ഷേ ചിലതൊന്നും ഫണ്ണല്ല. അത് നമ്മൾ മനസ്സിലാക്കാൻ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ 80 ദിവസമായിട്ട് 80 ദിവസമായിട്ട് കണ്ണാടിയില്ല, ഇപ്പം കണ്ണാടി കൊണ്ട് കൊടുത്തേക്കാണ്. അപ്പോഴത്തേക്കും ജിൻഡോയ്ക്ക് എല്ലാം കാണാം. സൂപ്പർ, താങ്ക് യു ബിഗ് ബോസ് എന്ന്. എൻ്റെ പൊന്നെ എന്തിനടെ ഇത് ഒരു മയമൊക്കെ വേണ്ട ഇത്. അപ്പോൾ ഇതൊക്കെ കണ്ടൻ്റ് അല്ലേ? ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 80 ദിവസമായിട്ട് ഇങ്ങനെ പോയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ അപ്പം നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാമല്ല ബിഗ് ബോസ് ജിൻഡോയെ സേവ് ചെയ്യണമെന്ന് ഇല്ലേ? പിന്നെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം, ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കണം എന്ന് ബിഗ് ബോസ് തീരുമാനിച്ചെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം, അങ്ങനെ ചിന്തിക്കാം. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ജിൻഡോയുടെ നമുക്ക് പോസിറ്റീവിലേക്ക് പോകാം. ജിൻഡോയുടെ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ആരുടെ അടുത്ത് എന്ത് പറഞ്ഞാലും ഇപ്പം എന്തൊരു ഫൈറ്റ് നടന്നാലും അപ്പോൾ അത് എങ്ങനെയൊക്കെ രീതിയിൽ പറഞ്ഞാലും ജിൻഡോ ലാസ്റ്റ് ആ ഗെയിമിൻ്റെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിൻഡോ ചെന്ന് സോറിടാ ക്ഷമിക്കുക എന്ന് പറഞ്ഞൊരു കൈ കൊടുക്കുന്ന ഒരു നല്ലൊരു വ്യക്തിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ വാർ ഗെയിമുണ്ട്, അറിയാം നിങ്ങൾ? വാർ ഗെയിം പരസ്പരം അങ്ങോട്ട് നിന്നിട്ട് ഒരു ആർമി ആയിട്ട് നിന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഫൈറ്റ് ചെയ്യണം. ഇതൊക്കെ ഇരണം. അപ്പോഴത്തേക്ക് അത് വാക്ക് പോരാട്ടമുണ്ട്. അപ്പോൾ അതിൽ അന്ന് സായിയുടെ നട്ടിൽ ഭയങ്കര വേദനയായിരുന്നു. അപ്പോഴത്തേക്കും ജിൻഡോ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നട്ടിൽ നിവർന്ന് കളിക്കുക സായി. ഇത് പറഞ്ഞതിന് ശേഷം ജിൻഡോ മാപ്പ് പറഞ്ഞത് പക്ഷേ ആരും കണ്ടിട്ടില്ല. അപ്പോഴത്തേക്കും ലാലേട്ടൻ വന്ന സമയത്ത് നന്ദന പറയണു, നന്ദന പറയല്ല അനിയത്തിക്കുട്ടി പാസ് അറിയില്ല. ഉടനെ ചാടി എണീച്ച് പറഞ്ഞു, ലാലേട്ടാ ഗെയിം അങ്ങനെ അല്ലാതെ ഒരു ആണിൻ്റെ മുഖത്ത് നോക്കി പറയാമോ നട്ടിൽ നിവർന്നില്ല അങ്ങനെ ജിൻഡോ ചേട്ടൻ പറഞ്ഞേട്ടാ. ഇതാ കഴുക്ക ഗെയിമാണ്, ഇതുപോലത്തെ ചീപ്പ് ഞാൻ സംസാരിക്കുന്നില്ല. തിരിച്ച് ജിൻഡോയുടെ സംസാരം ഇങ്ങനെയായിരുന്നു. ഇവിടെ നിന്ന് പോയി അഭിഷേകം വ്യക്തിയെ നന്ദന എന്ന വ്യക്തി 24 മണിക്കൂർ നട്ടലില്ലാത്തവനെ വിളിക്കുകയും ചെയ്യും. പക്ഷേ ജിൻഡോ അയാളടുത്ത് ഇത് പറഞ്ഞതും നന്ദന ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അയ്യോ അങ്ങനെ ഇടുന്ന നന്ദന എന്തിനാണ്? ജിൻഡോ പറഞ്ഞ കറക്റ്റ് പോയിൻ്റ് അല്ല, അത് പറഞ്ഞ പോയിൻ്റ് അംഗീകരിച്ച് നന്ദനെ കൊണ്ട് പറ്റുകയില്ല. ചുമ്മാ എക്സ്പ്രഷൻ അയ്യോ ചുമ്മാ അല്ല പോയത് പുല്ല് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നന്ദനയുടെ ഗെയിമോ കാര്യങ്ങളൊന്നുമില്ല. നന്ദന ഒന്നാമത്തേരും നന്ദനെ ഗെയിം കളിക്കാനാണെങ്കിൽ ഒന്നും അറിയാം, ചുമ്മാ വന്ന് കിടന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടണം. അനിയത്തി പാസ്സാവും, ഈ ബാംഗ്ലൂർ ഡേയ്സിൽ ആ ടീം ആവാൻ നോക്കിയാണ്. പിന്നെ അതുവഴി തന്നെ ജിൻഡോ കൈയൊക്കെ കറക്കുന്നുണ്ട്, മറ്റേ ഒരു സഞ്ചിയിൽ ഇതൊക്കെ വെച്ചിട്ട് ഭയങ്കര ഓവർ ഇതൊക്കെ ആയിരുന്നു. അതിന് എനിക്ക് കാണുന്നതേ ഇഷ്ടമില്ല. പൊയ്യതിനെ നന്നായി ചുമ്മാ എൻ്റെ അകത്ത് കിടന്ന് മെഴുകണം എന്തിന്. ജിൻഡോയെക്കുറിച്ച് പറയുന്നത് ജിൻഡോയ്ക്ക് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. ജിൻഡോയ്ക്ക് പകുതിയും നെഗറ്റീവാണ്. ഈ ജിൻഡോ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന ജിൻഡോയാണ് ഒരുപാട് പ്രാവശ്യം, ഇഷ്ടം പോലെ പ്രാവശ്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ
ഗബ്രിയുടെ അടുത്ത് ചോദിക്കുകയാണ്, കട്ടിയിലെ മൈനെ പാട്ട് പഠിപ്പിച്ചതാര്? അപ്പോൾ ജിൻഡു പറഞ്ഞു, നിൻ്റെ അപ്പൻ നിൻ്റെ അപ്പൻ നിൻ്റെ അപ്പൻ നിൻ്റെ അപ്പൻ നിൻ്റെ അപ്പൻ എന്ന് പറഞ്ഞ് ജിൻ്റെ ചുമ്മാ ചീത്ത വിളിച്ചുകൊണ്ട് പോകുക. വീട്ടിലുള്ളവരെല്ലാത്തിനെയൊക്കെ ഇഷ്ടം പോലെ തിരിച്ച് തെറിയുടെ ഹൈലൈറ്റ് പ്രോ ആയിരുന്നു ജിൻഡു ഒരു സമയത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറി എന്ന് വെച്ചാൽ ചെറിയ തെറിയൊന്നുമില്ല, തളർത്തിയിരുത്തി കളയാം ജിൻഡു. അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ഹൈജീൻ, പിന്നെ 18+ ചീത്തവിളി, അതൊക്കെ മാറി 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 ജിൻഡു എന്ന വ്യക്തി മാറി പുതിയൊരു മനുഷ്യനായി മാറുകയാണ്. അപ്പോൾ അതൊക്കെ അംഗീകരിക്കുകയാണ്, കേരള സമൂഹം അംഗീകരിക്കുകയാണ്, ജിൻഡുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജാസ്മിൻ മാറുമ്പോൾ ആരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ആ പഴയ കണ്ടൻറ്റൊക്കെ എടുത്തിടുക. പക്ഷേ ജിൻഡു മാറി 18+ ഒന്നും പറയുന്നില്ല, അങ്ങനെയില്ല, ചീത്തവിളിയിൽ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ആരും പറയുന്നില്ല. ജിൻഡു പണ്ട് അങ്ങനെ ആയിരുന്നില്ല, ജിൻഡു പണ്ട് ചീത്ത വിളിച്ചില്ല എന്നാരും ചോദിക്കാനോ ഒന്നും വരുന്നില്ല. അതാണ് ഇതിൽ യഥാർത്ഥ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയെക്കുറിച്ച് പറഞ്ഞാൽ, ജിൻഡു കഴിഞ്ഞ ഒരു 3 ആഴ്ചയായിട്ട് ജിൻഡു ഭയങ്കര ആക്റ്റീവ് അല്ലാത്ത രീതിയിൽ പോയി കളഞ്ഞു. അതെന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ക്യാമറ പ്രസൻസ് ഇല്ല, 24 വരുന്നില്ല, ടി വിയിൽ BB+ലില്ല, ഒന്നുമില്ലാതെ ജിൻഡു ഒന്ന് ഒതുങ്ങിപ്പോയി പോലെ. അപ്പോഴും ഒരുപാട് പേര് പറഞ്ഞു ജിൻഡോയെ ഒതുക്കിയാണെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു നടന്ന്. അപ്പോഴും എനിക്ക് തോന്നി ജിൻഡോയെ ഒതുക്കിയോ, ജിൻഡോ കാര്യം ഇത്രയും ആക്റ്റീവ്, ജിൻഡോ എന്ത് പറ്റി എന്ന് ഞാനും ആലോചിച്ചു. ജിൻഡോയെക്കുറിച്ച് പറഞ്ഞാൽ ജിൻഡോ ഒരുപാട് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ആ നെഗറ്റീവ് മാറി പോസിറ്റീവ് എന്ന വ്യക്തിയാണ് ജിൻഡോ. ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന വ്യക്തിയാണ്. അതിലുള്ളവർ നമ്മൾ ചിന്തിക്കണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലുള്ളവരെക്കാട്ടി ഏറ്റവും കൂടുതലും സെലിബ്രിറ്റി സ്റ്റാറ്റസോ അങ്ങനത്തെ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ജിൻഡോ. പിന്നെ പറയാം, ജിൻഡോ തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇന്നലെ ഈ കണ്ണാടി നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കണ്ണാടി നോക്കി പറയണത് ജിൻഡോ മാത്രമല്ല, എല്ലാവരും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സെൻറ്റിമെൻറ്റിൽ, കുറച്ച് ഇമോഷനിൽ, കുറച്ച് ഇല്ലാത്തതൊക്കെ കുറച്ച് കയ്യിൽ നിന്ന് കുറച്ച് പുട്ടൊക്കെ ഇട്ടാലേ ജനങ്ങളെ കണ്ട് അയ്യോ പാവം എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുള്ളൂ. അതങ്ങനെയാണ്. ഇപ്പോൾ ജിൻഡോ മാത്രമല്ല, അതിലെല്ലാവരും പറഞ്ഞത് കുറേ സെൻറ്റിമെൻറ്റിൽ അടിച്ചു. അതങ്ങനെയാണ്, ഞാനിങ്ങനെ കപ്പടിക്കണം. ഈ വരുന്നവരുടെ എല്ലാവരും ലക്ഷ്യം ഒന്നാണ്, കപ്പ്. ഈ VV6 വന്നതിൽ വെച്ച് ഒറ്റയ്ക്ക് കളിച്ച വ്യക്തിയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അത് ജിൻഡോ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ജിൻഡോ ഒരു സമയത്ത് കൂട്ടുകൂടി കളിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ അയാളെ ജയിക്കണമെന്നാ കൂടുതൽ സമയം അയാൾ സ്പെൻഡ് ചെയ്ത് സംസാരിക്കണം, അങ്ങനെയൊന്നുമില്ല. ആ ജാൻമോണിയായിട്ട് ജിൻഡോ കുറച്ച് സമയം സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ജിൻഡോയ്ക്ക് എല്ലാവരും ശത്രുക്കളാണ്. കാര്യം ജിൻഡോ അതാണ് ഒരു ഗെയിമർ. കാര്യം എപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് കളിക്കണം. ബാക്കിയുള്ള എല്ലാവരും വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ടീമാവും, ഗ്രൂപ്പായിട്ടേക്കും. അതാണ് എല്ലാവരുടെ ഒരു ഗെയിം. ജിൻഡോ തന്നെ പറഞ്ഞാണ്, ജിൻഡോ ആദ്യം അടി ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് എല്ലാവരും നോമിനേഷൻ എടുത്ത്. പിന്നെ ജിൻഡോ ഒരു ഫയറായ ജിൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചായ ആരും ഉണ്ടാക്കിയ ചായ കൊള്ളില്ല എന്ന് പറഞ്ഞ ജിൻഡോ ഇപ്പം ജനങ്ങളെ ഏറ്റെടുത്തെങ്കിൽ അത് ജിൻഡോയുടെ ഒരു നല്ലൊരു തിരിച്ചു വരവ് തന്നെയാണ്. പിന്നെ ഒരുപാട് ചീത്ത വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം എല്ലാ സീസണിനെ വെച്ച് ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ച സീസൺ ഈ സീസണാണ് ഏറ്റവും അപ്പം നിങ്ങൾ നീ എന്തിടെ നെഗറ്റീവ് പറഞ്ഞു ജിൻഡോ തള്ളണ. ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ച സീസൺ ജിൻഡോയുടെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു ബെസ്റ്റ് കോംബോ നടന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെട്ടതില്ല, പ്രണയമല്ല എന്തല്ല എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു നെഗറ്റീവ് പോയതും ജാസ്മിൻ തന്നെയാണ്. അപ്പോൾ ഇവർ 2 പേരും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഈ ഗബ്രി എന്നൊരു വ്യക്തി പോയിട്ടില്ലായിരുന്നെങ്കിൽ ജാസ്മിനെ ഇപ്പോഴും ആരും ഇഷ്ടപ്പെടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ അടിക്കേണ്ട സ്ഥലത്ത് കറക്റ്റ് അടിക്കുന്ന വ്യക്തിയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയാണ്. കാര്യം ഗബ്രി പോയി പിറ്റേ ദിവസമായപ്പോൾ ജാസ്മിൻ്റെ അടുത്ത് പോയിരുന്നു പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു ഗെയിമറായിരുന്നു ഗബ്രി, നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഗബ്രി പോയതെന്ന്. അപ്പം ജിൻഡോയ്ക്ക് അറിയാം നമ്മൾ എവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊള്ളും. കാര്യം ജിൻഡോയ്ക്ക് അത് പറയേണ്ട ഒരു ആവശ്യമില്ല. കാര്യം അങ്ങനെ പറയുമ്പം ജാസ്മിൻ ട്രിഗർ ആവണം, ജാസ്മിൻ ഇമോഷണൽ ഡൗൺ ആവണം, ജാസ്മിൻ ഗെയിമിൽ വീക്ക് ആവണം, ജാസ്മിന് വീട്ടിൽ പോകണം എന്നുള്ളൊരു ത്വര വരണം. അങ്ങനെയാണ് ജിൻഡോ ചെന്നൊരു അടി അടിച്ചത്. പക്ഷേ ഒരു സ്ട്രോങ് കുട്ടിയായതുകൊണ്ട് ജാസ്മിൻ അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയി. സോ നെക്സ്റ്റ് സിജോയ്ക്കാണ് പോകുന്നത്. സിജോ ആണ് ഞാൻ പറഞ്ഞത്, ജാസ്മിൻ്റെ തൊട്ടടുത്തേക്കാണ്. 2 ലക്ഷം ഓട്ടമാണ് സിജോ. കാട്ടുതീ സിജോ. എങ്ങനെയാണ് ഈ 2 ലക്ഷം ഓട്ട് വന്നതെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടില്ല. ഇത് ആരുടെ ഓട്ട് ഇടണം ഈ 2 ലക്ഷം? പുറത്തുപോയ സിജോയുടെ ഫാൻസ്, വലിയ ഫാൻ ബേസോ കാര്യങ്ങളൊന്നുമില്ല സിജോയ്ക്ക്. പിന്നെ സിജോയ്ക്ക് ഒരു നല്ലൊരു ഫാൻ ബേസ് ഉണ്ടായ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോയ്ക്ക് കിട്ടിയ സമയം. ഈ കിട്ടിയ സമയത്ത് സിജോയ്ക്ക് നല്ല ഫാൻ ബേസ് ഉണ്ടായി. പക്ഷേ സിജോ തിരിച്ച് വന്നപ്പം ഒരു ഫാൻ ബേസ് എല്ലാം പോയി. എനിക്കൊന്ന് സിജോ തിരിച്ച് വരേണ്ട ആവശ്യമില്ല. കാര്യം അത്രത്തോളം സിജോ തിരിച്ച് വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. സിജോ പല കാര്യങ്ങളും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോയുടെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയ കാര്യങ്ങൾ പോയി അഴിവിച്ചീഞ്ഞ കഥകളൊക്കെ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. പുതിയ കഥകളൊന്നും പറയുന്നില്ല. ഈ ജാസ്മിൻ്റെ അടുത്ത് റീറെയും പോണത്, നീ ആ വാഴയുടെ മൂട്ടിൽ പോയിരുന്ന് സംസാരിക്കും. നീ ഗബ്രിയുടെ അടുത്ത് പറഞ്ഞതൊക്കെ ശരിയാണോ? പിന്നെ നോറ അടുത്ത് ഈ സിജോയുടെ ടാർഗറ്റ് എല്ലാം പെൺകുട്ടികളാണ്. ഇന്നേ വരെ സിജോ ഒരു ആൺകുട്ടി എടുത്ത് ടാർഗറ്റ് ചെയ്യണം ഞാൻ കണ്ടില്ല. അഭിഷേകിൻ്റെ അടുത്ത് ടാർഗറ്റ് ചെയ്താൽ പോയി, പിന്നെ അതങ്ങ് പോയി. പിന്നെ സിജോ ഇന്നേ ഒരു ഫയറോ അല്ലെങ്കിൽ ഒന്നും ആവുന്നില്ല. സിജോ ഓരോ ചോക്ലേറ്റ് കഴിക്കുന്നു, വെറുതെ മാസ് കാണിക്കാനാണ് സിജോ ശ്രമിക്കുന്നത്. അത് മാസ് കാണിക്കാൻ പോണത് തൻ്റെ അത്ര ഉള്ള അല്ലെങ്കിൽ തൻ്റെ അത്ര ബലശക്തി ഉള്ളവരടുത്ത് പോകണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ ഒരു മുട്ടായി കഴിക്കും, മാസ് കാണിക്കും, നേരെ നോറ അടുത്ത് പോകും.
ആയിരത്തി ജാസ്മിൻ്റെ അടുത്ത് പോകും. പക്ഷേ ജാസ്മിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്കും സിജോയ്ക്ക് കിട്ടി. തിരിച്ച് രണ്ടുപേരെ ഒരേപോലെ പുറത്താക്കി. എന്നിട്ട് അതുപോലെ രണ്ടുപേരും ഒരുമിച്ച് വന്നിരിക്കുന്നുണ്ടായിരുന്നു. സിജോ ഇപ്പോഴും ഒരു ഗെയിമർ ആയിട്ടില്ല. സിജോയുടെ ഗെയിമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലോ ഗെയിമിങ്ങിലാണ് സിജോ പോണത്. ഇടി കിട്ടിയതിന് ശേഷം സിജോയുടെ ഗെയിം തന്നെ അങ്ങ് ഇല്ലാതായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. സിജോ അങ്ങനെ അതിനുശേഷം ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വയലൻ്റോ അങ്ങനത്തെ രീതിയിലോ ഒന്നും ആയിട്ടില്ല. സിജോ തന്നെയാണ് പറയണത്, ഈ പുറത്ത് ആൾക്കാർ വിചാരിക്കും വലിയ അടിയോ അല്ലെങ്കിൽ ഒരു വയലൻസോ അല്ലെങ്കിൽ ഇന്നലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതല്ലാതെ ആൾക്കാർ ശ്രദ്ധിക്കും. പക്ഷേ അതിനനുസരിച്ചുള്ള കണ്ടൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ചർച്ച ചെയ്യണം. അതിൻ്റെ അകത്ത് സിജോ എന്താ ചെയ്യുന്നത്? സിജോയുടെ എടുത്ത് പറയാന്നുള്ള അതിന് ശേഷം ഒരു കണ്ടൻറ്റ് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അറിവില്ല. പിന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ച് പോകുന്നു. അങ്ങനെ അല്ലാതെ സിജോയ്ക്ക് നല്ല രീതിയിൽ എല്ലാവരെയും അടിച്ച് അമർത്താനുള്ളൊരു സംഭവമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ സിജോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ സിജോ കട്ടയ്ക്ക് നിൽക്കും. പക്ഷേ ഈ ജാസ്മിൻ്റെ അടുത്തൊക്കെ സിജോ അങ്ങനെ പിടിച്ച് നിന്ന് നിൽക്കുന്നത് കുറവാണ്. മനസ്സിലായില്ലേ? അതാണ് പ്രശ്നം. പക്ഷേ സിജോയുടെ ഗെയിമും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്നാലും സിജോയുടെ ഒരു ടോപ്പ് 1 ഇനി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അറിവിലില്ല. സിജോ ടോപ്പ് 1 എടുക്കുകയോ ഇല്ലയെന്ന് ചിലപ്പോൾ മേ ബി ചാൻസ് കുറവാണ്. കാര്യം സിജോയും കാട്ടിയും ഗെയിം അതിൻ്റെ അകത്ത് ഇപ്പോഴും ഗെയിം എന്ന് പറഞ്ഞ് കളിക്കുന്ന രണ്ട് പേര് ജിൻഡുവും ജാസ്മിനും ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും തരണം ചെയ്ത് സിജോയ്ക്ക് 1ാം സ്ഥാനം എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ചാൻസ് വളരെ വളരെ കുറവാണ്. കാര്യം ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. അതാണ് വേണ്ടത്. കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള നല്ലൊരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു നല്ലതല്ലെങ്കിൽ ചീത്തയായാലും എന്തെങ്കിലും കണ്ടൻറ്റ് സംസാരമായ രീതിയിലുള്ള കണ്ടൻറ്റ് വരണം. സിജോയുടെ കണ്ടൻറ്റൊക്കെ ഭയങ്കര മോശം കണ്ടൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചർച്ച പോലും ആവണില്ല, ആരും കാണുന്നേയില്ല. കണ്ടൻറ്റ് എന്തൊരു കണ്ടൻറ്റെന്ന് സിജോയ്ക്ക് തന്നെ അറിയില്ല. സിജോ നോറെ പുറത്താക്കണം എന്നുള്ള ആ ഒരു കണ്ടൻറ്റ് അല്ലാതെ എൻ്റെ അറിവിൽ ഈ സിജോയുടെ എല്ലാ ഗെയിമും നിങ്ങളെടുത്താൽ മനസ്സിലാകും വെറുതെ ആ നോറെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പഞ്ചിൽ അതിലാദ്യം പോയി നോറെ ടാർഗറ്റ് ചെയ്ത്, പിന്നെ ഈ ഇതുണ്ടല്ലോ ഈ തെർമോക്കോളിൻ്റെ അത് കൈയിട്ടിട്ട് അത് തെർമോക്കോൾ മൊത്തം കളയണം, അതിന് നോറെ ടാർഗറ്റ് ചെയ്തു. എല്ലാം സിജോയുടെ ടാർഗറ്റ് ഉള്ളി ഗേൾ. ഇന്നേ വരെ ബോയ്സിനടുത്ത് ടാർഗറ്റ് ചെയ്യാൻ പോയിട്ടില്ല. എന്താ പറയുക, ജിൻഡോയുടെ അടുത്ത് ഏതെങ്കിലും ഫൈറ്റിങ്ങിൽ പോയിട്ടില്ല. അങ്ങനെയൊന്നും സിജോ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളേതെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് പറയാം. പിന്നെ സിജോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിമർ, ആദ്യമൊക്കെ നല്ലൊരു ഗെയിമർ, ആദ്യം ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ഇനിയൊരു ടോപ്പ് 1 വരെയുള്ളൊരു ചാൻസ് ഇല്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി വരില്ല. കാര്യം എന്ന് വെച്ചാൽ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എനിക്കൊരു ടോപ്പ് 2 ചിലപ്പം വരും. കാര്യം ജാസ്മിന് ഒരുപാട് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പം ചിലപ്പോൾ സിജോ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സിജോയുടെ ഗ്രാഫ്, സിജോ വന്നതിന് ശേഷം സിജോയ്ക്ക് ഗ്രാഫ് നല്ല രീതിയിൽ ഉയർത്തായിരുന്നു. പക്ഷേ അത് ഉയർത്താൻ പറ്റാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ വന്നതിന് ശേഷം ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ആകെ ഒരു ടോപ്പ് സംസാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ ചിരിച്ചു, നോറ ഈസ് എ ഡെവിൾ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് നോറയെ പറഞ്ഞിരുത്തി. ആ ഒരു ടോക്ക് മാത്രമേ ഉള്ളൂ. പിന്നീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോയ്ക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ, സായി, നന്ദന ഒരു ബാംഗ്ലൂർ ഡേയ്സ് കോംബോ അവർ അവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ച്. അനിയത്തി, കുട്ടി, മറ്റേത് രണ്ടും കൂടെ ദുൽഖർ നിവിന്, അങ്ങനെ ഒരു കോംബോ ആണ് അവർ നോക്കിയത്. അത് പുറത്ത് നല്ല രീതിയിൽ 2G ആയിപ്പോയി. ഇപ്പം ജാസ്മിനും ഗബ്രിയും പോവില്ലേ, ആ കോംബോ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എന്തോന്നാവും ഇമ്മാതിരി വെറുപ്പിക്കൽ കോംബോ. അതുപോലെയാണ് ഇവരെ 3 പേരും കോംബോ ഇഷ്ടപ്പെടാത്ത വെറുപ്പിച്ചലായിപ്പോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സായിയുടെ കാറിൻ്റെ അകത്തിരുന്ന് തന്നെ ഇതിൻ്റെ പൊന്നെ മറ്റന്മാരൊക്കെ ഊക്കിയേറി കയറ്റുക. ചെറിയേട്ടൻ, വലിയേട്ടൻ, കുഞ്ഞേട്ടത്തിൻ്റെ പെങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സിജോ പറയാണ് നന്ദനയ്ക്കൊരു വീട് വെച്ച് കൊടുക്കണം. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സിജോയുടെ ഗെയിമായിരിക്കാം. സിജോയുടെ വീട്ടുകാർ വരുമ്പോൾ സിജോ എന്താ പറയുന്നത്, എൻ്റെ ഗെയിം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, ഇതിപ്പോൾ നന്ദനയ്ക്കൊരു വീട് എന്ന് പറയുമ്പോൾ അത് പുറത്ത് ജനങ്ങൾ സംസാരിക്കണം, അത്രത്തോളം വോട്ട് കിട്ടണം. സിജോ ഒരു നല്ലൊരു മനുഷ്യനാണ്, സിജോ ഒരു വെള്ളക്കൊടി കാണിക്കുന്നു, അതിനായിരിക്കാം സിജോ ചെയ്യുന്നത്. ഇപ്പോൾ നന്ദനയ്ക്കൊരു വീട് എന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോയോ സായോ ആരും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ കാണുന്നത് കോടിക്കണക്കിന് ജനങ്ങളാണ്. കേരളക്കരയാകെ ഇഷ്ടം പോലെ കോടിക്കണക്കിന് ആൾക്കാരാണ് കാണുന്നത്. 4 കോടി ജനങ്ങൾ, ഓൾമോസ്റ്റ് ഒരുപാട് പേര് ഹോട്ട്സ്റ്റാറിൽ TV-യിലൊക്കെ കാണുന്നത്. അപ്പോൾ അവർ ആരെങ്കിലും കാണുമ്പോൾ ഈ നന്ദനയുടെ വീട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. അപ്പോൾ അവരിൽ ആരെങ്കിലും ഒരാൾ തീരുമാനിച്ചാൽ മതി, ഒരു കോടീശ്വരനെ ഒരാൾ തീരുമാനിച്ചാൽ വയ്ക്കാവുന്നുള്ള വീട്. അല്ലാതെ സിജോയും സായും തന്നെ വേണം ഒരു വീട് വെച്ച് കൊടുക്കുക എന്ന് തന്നെ ഇല്ല. ഇത് സിജോ വരുമ്പോൾ സിജോ പറയണം നന്ദനയ്ക്കൊരു വീട്, എല്ലാം നടക്കും, നന്ദനയ്ക്കൊരു വീട് നമുക്ക് എങ്ങനെ ചെയ്യണം. അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഗെയിമിൻ്റെ ഇതിൽ പോകണം. അല്ലെങ്കിൽ ഗെയിമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പറഞ്ഞു ഇത് സിജോ വന്നപ്പോൾ നന്ദനയ്ക്കൊരു വീട്, അനിയത്തിയാണ് നീ കേളി, ഞാൻ പറയുന്നത് കേളി, എൻ്റെ പെങ്ങളുട്ടി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് പെങ്ങളുട്ടി കളിച്ചാണ് സിജോയുടെ ഗെയിമിൻ്റെ ഗ്രാഫി തന്നെ താഴ്ന്ന് അങ്ങ് അവിടെയൊക്കെ പോയത്. ഇനി സിജോ കയറി വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്തിന് കാണിക്കുക അവിടെ കിടന്നുകൊണ്ട്. ഇനി സിജോ വരെയില്ല. സോ നെക്സ്റ്റ് നമുക്ക് ഋഷിയുടെ അടുത്തൊക്കെയാണ് വേണം. 5ാം സ്ഥാനം 1,77,567 ഋഷി. എന്താ പറയുക, ഋഷി നല്ലൊരു ഗെയിമറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേ വരെ കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും പുറത്തും പോയിട്ടില്ല.
പിന്നെ എങ്ങനെയോ 5 സ്ഥാനം നിൽക്കണം. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയാൽ നല്ലൊരു ടീമിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ വീഡിയോസൊക്കെ ഇട്ടിട്ടിട്ട് പിന്നെ ഋഷിയുടെ ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങൾ ചിന്തിക്കണം. പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ മനസ്സിലാവും. പുള്ളിക്കാരൻ ഡേ 1 തൊട്ട് എനിക്ക് തോന്നുന്നു ഡേ 18 ഡേ ഗ്രാൻഡ് ഫിനാലെ വരെയുള്ള എല്ലാ വീഡിയോ ഇപ്പം ഇന്ന് 10 ദിവസമായിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് തരണം, 20 ദിവസമായിട്ടുണ്ട് എനിക്ക് വോട്ട് തരണം. അങ്ങനെ പുള്ളിക്കാരൻ പക്കാ കോൺഫിഡൻസ് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് കയറിയിട്ടുള്ളത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് യഥാർത്ഥ കോൺഫിഡൻസ് ലെവൽ. ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ മനസ്സിലാവും. 50 ദിവസമായപ്പോൾ ഞാൻ 50 ദിവസം തികച്ചിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. കാര്യം പുള്ളിക്കാരൻ പക്കാ ഒരു കോൺഫിഡൻസ് ലെവലിലാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഗെയിമോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. സോ ഗൈസ്, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടതെന്ന് കമൻറ്റ് ചെയ്യണം. ഋഷി, സായി, നോറ, സിജോ, ജാസ്മിൻ, അർജുൻ, ശ്രീതു, നിങ്ങൾ ആർക്കാണ് വോട്ടിട്ട് അതിൻ്റെ കമൻറ്റ് മസ്റ്റ് കമൻറ്റാണ്. ഋഷി എന്തായാലും ടോപ്പ് 5ൻ്റെ അകത്ത് വരുള്ളൂ എന്നാണ് എൻ്റെ കമൻറ്റ്. ടോപ്പ് 5ൻ്റെ അകത്ത് വരാനുള്ള ചാൻസ് തന്നെ കുറവാണ്. ചിലപ്പോൾ പുറത്തുള്ള അത്ര സ്പ്രെഡ് ചെയ്യണം. ഇപ്പോഴത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയൊന്നും വേണ്ട കേട്ടോ, ഇതൊക്കെ മാറും. ഋഷി വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. വരുമോ ഇല്ലെന്ന് നമുക്ക് എന്തെങ്കിലും കണ്ടു തന്നെ അറിയാം. ഋഷിയുടേത് മേ ബി ചാൻസ് കുറവാണ്. ചിലപ്പോൾ എന്തെങ്കിലും മിറാക്കിൾ സംഭവിച്ച് കയറി വന്നാൽ പോലും ഈ ടോപ്പ് 1 ടോപ്പ് 2 ടോപ്പ് 3 ഈ 3ൻ്റെ അകത്ത് എന്തായാലും ഋഷി കാണില്ല, ഉറപ്പാണ്. 1, 2, 3 ഗ്രാൻഡ് ഫിനാലിലേക്ക് വരുമ്പോൾ 1, 2, 3 എന്നാണ് പോകുന്നത്. എന്നാണ് ടോപ്പ് 5 ഈ 3ക്കകത്ത് എന്തായാലും ഋഷി കാണില്ല. 4 എൻ്റെ ഒരു നിഗമനമാണെങ്കിൽ അഭിഷേക് ഉണ്ട് 1 പിന്നെ ആരുണ്ട്, ജാസ്മിൻ ഉണ്ട് 2, പിന്നെ ജിൻഡോ ഉണ്ട് 3, പിന്നെ ഒന്നെങ്കിൽ ഇനി ആര് വരും, ഋഷിക്ക് വരണമെങ്കിൽ വരാം, അല്ല വേറെ ആരുമില്ല. സോ ഗൈസ്, നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടത് മസ്റ്റ് കമൻറ്റാണ്. ഋഷിക്കാണെങ്കിൽ ഋഷി 1,77,567 വോട്ടാണ്. പിന്നെ നിങ്ങൾ ഇനി ഋഷിക്ക് വോട്ടിട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഈ ഒന്നാമത്തെ ദിവസം തൊട്ട് ഇത്ര ദിവസം വരെ ഇടല്ലേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നവരെ ഗെയിമോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഭയങ്കര ഡാൻസർ കാര്യമെന്ന് പറഞ്ഞ് ഇന്നലെ ഡാൻസ് കാര്യങ്ങളൊന്നും കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ തന്നെ ഒരു ബന്ധമില്ലാതെ ചുമ്മാ ഒരു ഫാൻ ബേസിൻ്റെ ബേസിലാണ് വെറുതെ വോട്ടിടുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഋഷിയം കാട്ടി കണ്ടൻറ്റ് കൊടുത്ത വ്യക്തി നോറയാണ്. എന്നിട്ട് നോറയെ പുറത്താക്കാൻ വേണ്ടിയാണ് ഒരുപാട് പേര് നോക്കുന്നത്. നിങ്ങൾ അത് ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ ഋഷിയം കാട്ടി എത്രയും ബെറ്ററാണ് നോറ, ആലോചിക്കാത്തത്. ഈ ശ്രീധുനം കാട്ടി എത്രയും ബെറ്ററാണ് നോറ, അർജുനെ കാട്ടി എത്രയും ബെറ്ററാണ് നോറ എത്രത്തോളം കണ്ടൻറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോറയെ നിങ്ങൾ മനസ്സിലാക്കണം. ഇവരെയൊക്കെയും കാട്ടി സൂപ്പറായിരുന്നു, ഈ ഋഷിയെ കാട്ടി സൂപ്പറായിരുന്നു പോയ അപ്സര കിടിലമായിരുന്നു. അപ്സര ടോപ്പ് 5 വരുന്നുണ്ട്. പക്ഷേ അപ്സരയ്ക്ക് ഒരു സ്ഥലത്താണ് പാളിപ്പോയത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സര ഭർത്താവ് പുറത്ത് സ്പ്രെഡ് ചെയ്ത ന്യൂസ് കാരണം പോയി. കാര്യം പുള്ളിക്കാരൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സര ഔട്ടായി, എല്ലാ ചാനലിലും പോയിട്ട് വേണം അപ്സര ഔട്ടായി. എന്നിട്ട് അപ്സര അങ്ങനെ എവിക്റ്റ് ആവില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അപ്സരയുടെ ഗെയിമും കാര്യങ്ങളൊക്കെ വെച്ച് അപ്സര ഔട്ടാവില്ലെന്ന്. പിന്നെ പുള്ളിക്കാരൻ എല്ലാ ചാനലിലും പോയി അപ്സര എവിക്റ്റ് ഇടന്നിട്ട് കാറിലിരിക്കുന്ന ഫോട്ടോയൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഞാൻ ഒരു JK അടിച്ചാണ്, നിങ്ങൾ മാക്സിമം വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് ജനങ്ങളെ തന്നെ ഒരു പിന്തിരിപ്പിച്ച് ജനങ്ങളെ തന്നെ മണ്ടന്മാരാക്കണം. നമുക്കറിയില്ല പോകില്ല. എന്നിട്ട് നമ്മൾ ആദ്യമൊക്കെ എല്ലാവരും അപ്സര പോയി എന്നൊരു മൈൻഡ് വന്നു. ഇപ്പം ഞാൻ അതാണ് പറയുന്നത്, നമ്മൾ അകത്ത് ഗെയിം കളിക്കുന്നതിനെക്കാട്ടിയും പുറത്ത് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ നമുക്കെതിരെ നെഗറ്റീവായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ നിൽക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വോട്ടിങ്ങിലും ജനങ്ങൾക്കുള്ള മാറ്റങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. ഈ ഋഷിക്ക് പുറത്തും കുഴപ്പമില്ല അകത്തും കുഴപ്പമില്ല. കാര്യം ഋഷിയെ പുറത്താരും ചർച്ച ചെയ്യുന്നില്ല, അതൊന്ന്, അകത്താരും ചർച്ച ചെയ്യുന്നില്ല 2. അതുകൊണ്ട് ഒരു ബാലൻസിൽ ഋഷി അങ്ങനെ നിന്ന് പോകും. അതാണ് ഋഷിയുടെ ബലം. കാര്യം പുറത്ത് ആരെങ്കിലും ചർച്ച ചെയ്താലേ ഇപ്പം നമുക്കൊരു എതിരാളി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം വരെയാണ്. ഇപ്പോൾ ഋഷിക്കെതിരെ സംസാരിക്കണമെങ്കിൽ പുറത്ത് ഇത്ര ചർച്ച വരണം. ഇന്നേ വരെ ഈ പുറത്തിറങ്ങിയ കണ്ടസ്റ്റൻ്റ് ഇന്നേ വരെ ഒരൊറ്റ മനുഷ്യൻ പോലും ഋഷിയുടെ പേര് പറഞ്ഞു കേട്ടില്ല. ഈ അൻസിബ പോലും പറയുന്നില്ല. അൻസിബയുടെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്താൽ മനസ്സിലാവും. അൻസിബ പുറത്തിറങ്ങിയപ്പോഴും ചോദിക്കില്ല ഋഷിയെക്കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് എന്ന് ആരും ചോദിക്കാനോ അല്ലെങ്കിൽ ഋഷിയെക്കുറിച്ച് പറയണോ അൻസിബ പറയുന്നില്ല. ആരും പറയുന്നില്ല. ഋഷിയെക്കുറിച്ച് പുറത്തൊരു സംസാരമില്ല, ഋഷിയെക്കുറിച്ച് അകത്തൊരു സംസാരമില്ല. അപ്പോൾ പിന്നെ എന്താണ്, ഋഷി എവിക്ഷൻ വരുമ്പോൾ വോട്ട് എഴുതുക, അത് നിർത്തുന്നു, അത്ര തന്നെ. അപ്പോൾ ഋഷിക്ക് നെഗറ്റീവും ഇല്ല പോസിറ്റീവ് ഇല്ല. പോസിറ്റീവ് എന്ന് വെച്ചാൽ നെഗറ്റീവ് സോഷ്യൽ മീഡിയയിലേക്ക് കിട്ടുന്നില്ല, അകത്ത് ഋഷിക്ക് നെഗറ്റീവ് ഇല്ല. ഒരു ബാലൻസിൽ ഋഷി അങ്ങനെ പോകുന്നത്. അതാണ് ഋഷിയുടെ ഒരു ഗെയിം. മനസ്സിലായത്? കാര്യം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഗെയിമിൽ നിന്ന് ഋഷി പിടിച്ച് പോകുന്നത്. കാര്യം ഈ പുറത്തും അകത്ത് നെഗറ്റീവ് ഉള്ളവർക്കാണ് ഭയങ്കര ഡേഞ്ചറസ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ ജാസ്മിന് അകത്ത് നെഗറ്റീവാണ് പുറത്ത് നെഗറ്റീവാണ്, പക്ഷേ ജാസ്മിന് ഗെയിമും കളിച്ച് പോകുന്നുണ്ട്. അതാണ് ജാസ്മിൻ. അതുപോലെ തന്നെയാണ് ജിൻഡോയ്ക്ക് അകത്ത് കുറച്ച് നെഗറ്റീവ് ഉണ്ടെങ്കിലും പുറത്ത് പോസിറ്റീവാണ്. ഒരു ഓൾമോസ്റ്റ് ഒരു 50-20% പോസിറ്റീവാണ് ജിൻഡോയ്ക്ക്. അതുകൊണ്ടാണ് ജിൻഡോ നല്ലൊരു ഗെയിം കളിച്ചു വന്നത്. മനസ്സിലാവുന്നില്ല? പക്ഷേ ഋഷിയെക്കുറിച്ച് പറഞ്ഞു, ഋഷിക്ക് അകത്ത് യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് വരുന്നില്ല. ചില സമയത്ത് മാത്രം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലും പുറത്ത് ഋഷിയെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ലാലേട്ടൻ വരുന്ന സമയത്ത് ഒരു ഇടയ്ക്കിടയ്ക്ക് വെച്ചൊക്കെയാണ് വിളിക്കുന്നത് ഋഷി ഉണ്ടാകുന്നു.
അപ്പോൾ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് വോട്ട് ചെയ്ത് നിർത്താം. ഗ്രാൻഡ് ഫിനാലേക്ക് വരുന്നെങ്കിൽ വരട്ടെ. എൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ചുമ്മാ വെറുതെ വോട്ടിടുന്ന കാട്ടി ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് വോട്ട് ഇടുക. കാര്യം നോറ നല്ലൊരു പ്ലെയറാണ്. നിങ്ങൾക്ക് ഞാൻ പറയണത് ഇപ്പോൾ നോറയെ ബൂസ്റ്റ് ചെയ്ത് അതല്ല, നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ടതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഋഷിയുടെ എടുത്ത് പറഞ്ഞ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളെങ്കിൽ കമൻറ്റ് ചെയ്യും. ഋഷിക്ക് എടുത്തുള്ള ഒരു കണ്ടൻറ്റും ഇല്ല. പക്ഷേ അതിനെക്കാട്ടി ഒരു 4 ഇരട്ടി നോറയ്ക്കുണ്ട് പറയാൻ. പഴയ കഥകളും കാര്യങ്ങളും നോറയെ പുറത്ത് ചർച്ച ചെയ്യുന്നുണ്ട് നോറയെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാക്സിമം ബൂസ്റ്റ് ചെയ്ത് എല്ലാവരും കൊണ്ടുവരിക. ഈ ഋഷിയെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് യാതൊരു ബെനിഫിറ്റോ കാര്യങ്ങളോ ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിമും കാര്യങ്ങളും ചെയ്യുന്നില്ല, വെറുതെ അതിൻ്റെ അകത്ത് ഇരിക്കുക. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. കാര്യം ആദ്യം പവർ പോയിൻ്റ് അകത്തിരിക്കുന്നു, പിന്നെ ക്യാപ്റ്റൻ ആകുന്നു, പിന്നെ അതിന് ശേഷം അൻസിബയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ ഒന്നുമില്ല. പിന്നെ അൻസിബ കഴിഞ്ഞപ്പം സിബിൻ വരെയാണ്. പിന്നെ സിബിൻ്റെ ഒരു ഹൈഡായിട്ട് ഋഷി പോകുന്നു. പിന്നെ സിബിൻ്റെ ഹൈഡ് മാറിയ ശേഷം അഭിഷേക് എന്നൊരു വ്യക്തി വരുന്നു. അപ്പോൾ അഭിഷേകിൻ്റെ ഹൈഡായിട്ട് നിൽക്കുന്നു. പിന്നെ മനസ്സിലായി അഭിഷേകും ജിൻഡോയും തമ്മിൽ ഒരു ഹൈഡ് കളിക്കാം. അപ്പോൾ ഇവർ രണ്ടുപേരും ബാക്കിൽ നിന്നിട്ട് കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാളെ, അങ്ങനെ ഋഷി അവിടെ കിടന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് ആൾക്കാർ ചർച്ച ചെയ്യുന്നില്ല, അകത്തും ആൾക്കാർ ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഋഷി അതിൻ്റെ അകത്ത് നല്ല സേഫ് ഗെയിം. ഇതാണ് സേഫ് ഗെയിം എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്താണ് ആകാശേട്ടാ സേഫ് ഗെയിം, സേഫ് ഗെയിം? മോനെ, ഇതാണ് സേഫ് ഗെയിം. കാര്യം പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നില്ല, അകത്തും ചർച്ച ചെയ്യപ്പെടുന്നില്ല, പക്ഷേ നമ്മൾ അകത്ത് നിൽക്കുന്നുണ്ട്. ഇതാണ് മക്കളെ സേഫ് ഗെയിം. അതാണ് ഋഷി കളിക്കുന്നത്. വേറെ ആരും, പക്ഷേ ചിലവർ അതിൻ്റെ അകത്തുള്ള ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തും ചർച്ചയാവുന്നു, അകത്തും ചർച്ചയാവുന്നു. അവരെ എല്ലാവരും എടുത്ത് ഒടുക്കുന്നതാണ്. അതങ്ങനെയാണ്. സോ ഫോർ എക്സാമ്പിൾ നമുക്ക് അടുത്ത് സായിയുടെ അടുത്തേക്ക് പോവാം. സായി ഡേഞ്ചർ സോണാണ്. 7ാം സ്ഥാനം 1,57,234 വോട്ടാണ്. പക്ഷേ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മണിക്കൂറായിട്ടുള്ളൂ. എനിക്കൊരു സായി കയറി വരും. കാര്യം ഇന്ന് മൊത്തം സായിക്ക് ഒരു ദണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സായി അതൊക്കെ വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ബ്ലെസ്ലിക്കായിരുന്നു. അപ്പോൾ ബ്ലെസ്ലി ദണ്ട് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയണം. അപ്പോഴത്തേക്കും ഒരുപാട് പേര് പറയുന്നത് ദണ്ട് വെച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പം സായി ബ്ലെസ്സിൽ ചോദിക്കേണ്ടത് പിന്നെ എന്തിൻ്റെ പുട്ടുകുറ്റിക്കാണോ ഇത്? പുട്ടുകുറ്റി അവിച്ചിങ്ങനെ വേഗം തള്ളാനാണോ ഈ തണ്ട് എന്നൊക്കെയാണ് ബ്ലെസ്സിൽ ചോദിക്കുന്നത്. സോ ഗൈസ്, ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സായി ഒരു ഗെയിമറാണെന്ന് വെച്ചാൽ സായിയുടെ കയ്യിൽ എന്തൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പം നമ്മൾ പറയില്ല നമ്മുടെ കയ്യിൽ ഒത്തിരി ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനും തമ്മിലൊരു സംഭാഷണം നടക്കുകയാണ് ഒരു ന്യൂസിൽ. അപ്പോൾ അവർ പറയാണ്, നിന്നെ ഞാൻ തകർക്കാനുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്, ഞാനത് പൊട്ടിക്കേണ്ട സമയത്ത് പൊട്ടിക്കും, നീ എല്ലാം കാത്തിരുന്നു എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ പേടിക്കും ഇല്ലേ? അയ്യോ, അവൻ്റെ കയ്യിൽ എന്തോ വലിയ സംഭവമുണ്ട്. അതുപോലെയാണ് ജിൻഡോയെ തകർക്കും, ജിൻഡോ ഗ്രാൻഡ് ഫിനാലെ കാണില്ല, ജിൻഡോ ഞാൻ തകർത്തില്ലാതാക്കും എന്ന് പറഞ്ഞാണ് സായി പുറത്ത് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. പക്ഷേ സായി അത് പൊട്ടിക്കുന്നില്ല. എന്തരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് പൊട്ടിക്കും എന്ന് പറഞ്ഞ് കിടക്കണമെന്നില്ല. യാതൊരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഇല്ല സായിയെക്കുറിച്ച്. പിന്നെ ഇപ്പം നമുക്ക് ഇന്ന് സായിയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സായി പുറത്ത് വലിയൊരു ചർച്ചയാണ്. സായി ഏത് സിനിമയായാലും പിന്നെ അതുപോലെ കണ്ടൻറ്റ് ചെയ്യാനായാലും എല്ലാ കാര്യങ്ങളും സായി അതിൽ പോയി തലയിട്ടിട്ട് അവർ പറഞ്ഞതിനെ തന്നെ ഒരു 4 വട്ടം പറയും. അതങ്ങനെ അല്ലല്ലോ, അതിങ്ങനെ അല്ലല്ലോ, അവരങ്ങനെ അല്ലല്ലോ. പിന്നെ സായി തന്നെയാണ് ഏതോ ഒരു കണ്ടൻറ്റിൽ സായി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ പോയി കരഞ്ഞാൽ ഞാൻ ഔട്ടാണ്, ഞാൻ കരയില്ല എന്നൊക്കെ പറഞ്ഞ് സായി എൻ്റെ തീർന്ന് കരഞ്ഞ് നല്ല ഇതിൽ കരഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കയറി കരയുന്നു, അല്ലാതൊക്കെ കരയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ വാക്കുകളൊക്കെ തെറ്റിച്ചതൊക്കെയാണ് സായിൻ്റെ അത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വിചാരിക്കും സായി പുറത്തെ സായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറിൻ്റെ അത് കയറി കഴിഞ്ഞ സായി എന്താ ആ കാര്യങ്ങളെന്ന് വെച്ചാൽ ലോകത്ത് എന്ത് കാര്യം നടന്നാലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് താനാണ് വലിയവൻ, എന്ന് വെച്ചാൽ താൻ ജഡ്ജിയാണ്, താൻ എന്ത് പറഞ്ഞാൽ അത് ശരിയാണ്, ജനങ്ങളത് ഏറ്റെടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റെടുത്ത് കഴിഞ്ഞു. അന്നാണ് സായിയുടെ എന്നൊരു കാഴ്ചപ്പാട്, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട്. അപ്പം നമ്മളെല്ലാവരും വിചാരിക്കുന്നത് സായി പോയി കഴിഞ്ഞാൽ ഈ കാറിൻ്റെ അതിരുന്ന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ല, അതിൻ്റെ ഒരു 4 ഇമ്പാക്റ്റ് ആയിരിക്കും സായി ബിഗ് ബോസ് ഹൗസിൽ. പക്ഷേ സായി അതിൻ്റെ അകത്ത് കയറിയിട്ട് ശേഷം ഒരു ബഫൂണായി മാറി, ഒരു കോമാളിയായി മാറി. കാര്യം പുറത്ത് ഒരു വലിയൊരു പുറത്ത് ഭയങ്കര ഒരു KGF റോക്കി ബായ് ആയിരുന്നു. അകത്ത് കയറിയ ശേഷം കൈരളി TV റോക്കി ബായ് ആയി മാറി. മലയാളത്തിൽ നമ്മൾ കാണുമ്പോൾ ചില സമയത്ത് നമ്മൾ TV പോലെ അടിച്ചു എന്തിരുടെ ഇത്, അങ്ങനത്തെ ഒരു ഇതാണ് സായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ റോക്കി ബായ് നമുക്കറിയില്ല, ഭയങ്കര രീതിയിലുള്ള വയലൻസ് കാര്യങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടും കാര്യങ്ങളും ഭയങ്കര രീതിയിലുള്ള ഇമ്പാക്റ്റ്. അങ്ങനത്തെ ഒരു നല്ല സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരുന്നിട്ട് അതൊരു കൈരളി ചാനലിൽ പോകുമ്പോഴത്തേക്കും എന്താ പറയുക, പാട്ടിനെയും തൊളിച്ച് സിനിമയും തൊളിച്ച് എന്ത് വന്നു അങ്ങനത്തെ ഒരു ഇതായിപ്പോയി. പക്ഷേ ഇനി സായിക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സായിയുടെ കയ്യിൽ എന്തോ ഒരു വലിയ ഒരു ശക്തിയുണ്ട്. സായി തന്നെയാണ് പറയുന്നത് എൻ്റെ കയ്യിൽ ഇതുണ്ട് ഇതുണ്ട് ഞാൻ തകർക്കും എന്ന് പറയുന്നത്. പക്ഷേ സായി തകർക്കുന്നില്ല. സായിയെക്കുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സായി പുറത്ത് വലിയ തീ ഉണ്ടാക്കിയാണ്. സായി പുറത്തും അകത്തും സായി ചർച്ച ചെയ്യുന്നുണ്ട്.
അകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സായി ഒരു നന്മ മരമാണ്. അകത്ത് സായി ഒരു നന്മ മരമാണ്. ഇന്നേ വരെ ഒരു വയലൻസ് ഉണ്ടാക്കാത്തൊരു നന്മ മരം. പുറത്തും സായി അതുപോലെ തന്നെയാണ്. പുറത്ത് ഓരോ ട്രോളന്മാരും ഉണ്ടാകുന്നത് പക്ഷേ അങ്ങനത്തെ രീതിയിൽ തുലയ്ക്കുകയാണ് സായിയെ. കാര്യം ഒത്തിരി കാര്യങ്ങൾ ട്രോളൊക്കെ വന്നിട്ട് അത്രത്തോളം നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കും. കാര്യം അതിൻ്റെ അകത്തൊരു ഗെയിമോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. എന്നാൽ ഗെയിം കാര്യങ്ങളൊക്കെ പക്കാ ഗെയിമറാണ്, പക്കാ ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷേ ഒരാൾ പറ്റിയൊരു ഫൈറ്റിങ്ങിന് പോകുന്നില്ല സായി. അതാണ് എല്ലാവരും ചർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങനെ ശരി നമുക്ക് ഇങ്ങനെയുള്ളൂടെ നമ്മളങ്ങനെയാണ് നമ്മളിങ്ങനെ എന്നൊരു ഓക്കെ ഒരു ടോൺ മാത്രമാണ്. അല്ലാതൊരു ഗെയിം സായി ചെയ്യുന്നില്ല. അതാണ് ഒരാൾക്കും ഇഷ്ടപ്പെടാതെ സായി ഇത്രയും പിന്നോട്ട് വലിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ആഴ്ച പോകാൻ സായി പോകും. ഇപ്പോൾ ഗ്രാൻഡ് ഫിനാലിലൊക്കെ അടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ സായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സായിയുടെ ഗ്രാഫ് നോക്കി മനസ്സിലാവും. കഴിഞ്ഞ ആഴ്ച പോകേണ്ട സായി ആയിരുന്നു, സായി നോറ. അപ്പോൾ ഈ സായി നോറ പോകാത്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ സീക്രട്ട് റൂമിൽ ഒരാളെ ഇരുത്തണം. അതെല്ലാ വർഷമുള്ളൊരു ആചാരമാണ്. ഈ ആചാരം നമ്മൾ തെറ്റിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ ആചാരത്തിൽ സായിയെ കൊണ്ടിരുത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് നോറയെ കൊണ്ടിരുത്തിയത്. സ്വകേസ് അതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നോറയെ കൊണ്ടിരുത്തിയത്. സായിയുടെ ഒരു ഗെയിമോ കാര്യങ്ങളില്ല. സായി പലതും വിട്ടുകൊടുക്കുന്നുണ്ട്. ഈ ഹൗസിൻ്റെ അകത്ത് നമ്മൾ വേണ്ടത് വിട്ടുകൊടുക്കുന്നതല്ല, പിടിച്ച് വാങ്ങണം. അതാണ് നമ്മൾ വേണ്ടത്. പക്ഷേ ചിലതൊക്കെ നമ്മൾ വിട്ടുകൊടുത്ത് അത് വോട്ടാവും എന്നാണ് സായി വിചാരിക്കുന്നത്. പക്ഷെ അതിൽ സായിക്ക് ഒരു വോട്ട് കാണുന്നില്ല. ഇപ്പം നമ്മളതിൻ്റെ അകത്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൗസിൽ പോയിട്ട് നമ്മൾ നന്മപുരം കളിച്ച് നല്ലൊരു വ്യക്തിയായി വെള്ളയും ഇട്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും കാണുമ്പോൾ നമസ്കാരം, ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞല്ല അതിൻ്റെ അകത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. നമ്മൾ അതിൻ്റെ അകത്തുള്ള പല രീതിയിലുള്ള ആൾക്കാർ പല രീതിയിൽ നമ്മൾ റിയർ ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തർ ഓരോ രീതിയിലാണ് സംസാരിക്കാൻ. സായിക്ക് എല്ലായിടത്തും പോയി സായി ഭാവം, നമസ്കാരം, ഞാൻ എല്ലാവർക്കും വെള്ളക്കൊടി കാണിക്കുന്നു. അത് വെച്ചാൽ അങ്ങനത്തെ ട്രോളും കാര്യങ്ങളൊക്കെയാണ് സായിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സായി ഒരു ഗെയിമർ ആവുന്നില്ല. പക്ഷേ സായി പുറത്തൊരു ഗെയിമറായിരുന്നു. കാര്യം എല്ലാ കണ്ടൻറ്റ് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും, എല്ലായിടത്തും ഇടും, എല്ലായിടത്തും അലക്കി ഇരുന്നതാണ്. പക്ഷെ അതിൻ്റെ അകത്ത് പോയിട്ട് ഒന്നും പറ്റിയില്ല. സായിയുടെ തൊട്ട് ബാക്കിൽ നിൽക്കുന്നത് നോറയാണ് ഏറ്റവും അവസാനം. എനിക്കൊന്ന് നോറ കയറി വരും. നോറ നീ വരണം, നീ പുതുചരിത്രം സൃഷ്ടിക്കണം, ടോപ്പ് 5 നോറ വരണം എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം നോറയെ സീക്രട്ട് റൂമിൽ ഇരുത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോറയുടെ തിരിച്ചു വരവ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നു. കാര്യം നോറയുടെ ഗ്രാഫ് മനസ്സിലാക്കണം. അർജുൻ, ശ്രീതു, പിന്നെ ആരുണ്ട്, ഋഷി, ഇവരെയൊക്കെ വെച്ച്, പിന്നെ സായി, ഇവരെയൊക്കെ വെച്ച് നോക്കണമെങ്കിൽ ഏറ്റവും കണ്ടൻറ്റ് പുറത്ത് ചർച്ച ചെയ്ത നോറയാണ്. ഒരുപാട് കണ്ടൻറ്റ് നോറ കൊടുത്തിട്ടുമുണ്ട്. സിജോയും കാട്ടി നോറയാണ് മുൻപന്തിയിൽ. ടോപ്പ് 5 വരേണ്ട വ്യക്തിയാണ് നോറ. കാര്യം നോറയുടെ ഒരുപാട് കണ്ടൻറ്റ് എൻ്റെ ചർച്ച ചെയ്തിട്ടുണ്ട്. നോറ, അപ്സരയൊക്കെ ഒരുപാട് ടോപ്പ് 5 വരേണ്ട വ്യക്തികളായിരുന്നു. പക്ഷേ അപ്സരയ്ക്ക് ഭാഗ്യമില്ലാതായിപ്പോയി, പുറത്തായി, നെഗറ്റീവ് കാരണം അപ്സര പുറത്തായിട്ടുണ്ട്. ഇപ്പോൾ ഈ നോറ അങ്ങനെ പോയില്ല. നോറ ഒരു സീക്രട്ട് റൂമിൽ എത്തിയിട്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി നോറ ഔട്ടായി എന്ന് പറഞ്ഞപ്പം യാതൊരു കരച്ചിലോ ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ അഭിഷേക് കളിയാക്കി, നോറ ഔട്ടാക്കിയപ്പോൾ നോറ ഔട്ടായപ്പോൾ നമ്മളെല്ലാം കൂടെ കരയണമായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് ആരും കരഞ്ഞില്ല. നോറ ഔട്ടായപ്പോൾ ആരും കരഞ്ഞില്ല. കാര്യം നോറ ജിൻഡോ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന ദിവസം തൊട്ട് ഇന്നേ ദിവസം വരെ ഒറ്റയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത്. നോറയുടെ ഗ്രാഫ് നിങ്ങൾ മനസ്സിലാക്കണം. നോറ നല്ലൊരു ഗെയിമറാണ്. പ്ലീസ് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യണം. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ബാക്കി എല്ലാവരും കാട്ടി ടോപ്പ് 5 അകത്ത് വരെ നോറ അർഹതപ്പെടുന്ന ഒരു വ്യക്തിയാണ്. വന്ന സമയത്ത് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒറ്റയ്ക്ക് കിടന്ന് കരച്ചിലായിരുന്നു. പിന്നെ അതുപോലെ ഒറ്റയ്ക്ക് പയ്യെ കയറി വന്നു. പിന്നെ ഒറ്റയ്ക്ക് എല്ലാവരും എതിർത്ത് നിന്ന്. പിന്നെ പലർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ തനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് നിലപാടെടുക്കുന്നു. അങ്ങനെ എല്ലാത്തിലും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം അതിനകത്ത് ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി നോറ തന്നെയാണ്. ഈ 8ാം സ്ഥാനത്ത് നിന്ന് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു വോട്ടിങ് എനിക്ക് കിട്ടുമ്പോഴത്തേക്ക് നോറ 8ാം സ്ഥാനത്ത് നിന്ന് മാറണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങളതിനു വേണ്ടി വോട്ട് ചെയ്യണം. ഞാനങ്ങനെ പറയുന്ന വ്യക്തിയല്ല. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നോറയെക്കാട്ടി ഡിസർവിങ് അല്ലാത്തവരെയൊക്കെ നിങ്ങളെ പിടിച്ച് 1ാം സ്ഥാനം 3ാം സ്ഥാനവും 4ാം സ്ഥാനമൊക്കെ പിടിച്ചിരിക്കണം. ഈ ശ്രീധുവിനൊക്കെ എന്തിനാണ് നിങ്ങൾ കൊണ്ട് അതിൻ്റെ അകത്ത് കയറ്റുന്നത് എനിക്ക് മനസ്സിലാവില്ല. ശ്രീധുവിനെ കാട്ടി എന്തുകൊണ്ട് ഏറ്റവും യോഗ്യത നോറയാണ്. അർജുനെ കാട്ടി എന്തുകൊണ്ട് ഏറ്റവും യോഗ്യത നോറയാണ്. നോറ ഒത്തിരി ഗെയിമും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് നമ്മളിപ്പം ചിലപ്പോൾ പലർക്കും നോറയുടെ സൗണ്ട് ഇഷ്ടമല്ല, നോറ ഇങ്ങനെ സംസാരിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വേറെ കാര്യമുണ്ട്. ഇവരെല്ലാവരെയും കാട്ടി ഒത്തിരി കണ്ടൻറ്റ്, ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ചർച്ചയും ചെയ്യുന്ന ഒരു വ്യക്തി നോറ തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ചില സമയത്ത് നോറ പറയുന്നുണ്ട് നോറ പുറത്തുനിന്ന് ഗെയിം, പിന്നെ ഇന്നലെ നോറ പോയപ്പോൾ തന്നെ പറയുകയാണ്, ജാസ്മിൻ്റെ അടുത്ത് എല്ലാവരും പറയുകയാണ് ഈ നോറയും ജാസ്മിനൊക്കെ പുറത്ത് നല്ല ഗെയിമൊക്കെ പ്ലാൻ ചെയ്ത് വന്നതാണ്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ചിലപ്പം അങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ അങ്ങനെ അല്ലാതായിരിക്കും. ചിലപ്പോൾ നോറയും ജാസ്മിനും സംസാരിച്ചുകൊണ്ടായിരിക്കും. പക്ഷേ അവർ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഇന്നേ അവരൊരു എന്താ പറയുക ഒരു കോംബോ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. അവർ പരസ്പരം എപ്പോഴും അടികളാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ തമ്മിൽ
പുറത്തും യാതൊരു തരത്തിലുള്ള സ്വരച്ചേർച്ചയില്ല, അകത്തും യാതൊരു തരത്തിലുള്ള സ്വരച്ചേർച്ചയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറയെ നിങ്ങൾ മാക്സിമം വോട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞത് ടോപ്പ് 5-ൽ വരേണ്ട ഒരു അർഹതയുള്ള കുട്ടിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം പണപ്പെട്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഈ പണപ്പെട്ടി വരുമ്പോൾ നോറ എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് കൂടുതലായിരിക്കാം, പറയാൻ പറ്റില്ല. ഈ പണപ്പെട്ടി വരുമ്പോൾ എല്ലാവരും കിടന്ന് ഓടുകയാണ്, പണപ്പെട്ടി. എടാ, ഈ പണപ്പെട്ടി പണത്തിന് വേണ്ടി ഇപ്പോൾ നമുക്കൊരു പ്രശ്നം വന്ന് ആ പണം എടുക്കാം, അങ്ങനെയല്ല. ഇതൊരു ഗെയിം ചേഞ്ചിങ് ആണ് ഉണ്ടാക്കേണ്ടത്. ചിലപ്പോൾ ടോപ്പ് 1-ൽ നിൽക്കുന്നവർ എടുത്ത് അങ്ങനെ ഒരു ഗെയിം ചേഞ്ചാണ് ഉണ്ടാക്കേണ്ടത്. അല്ല ഈ പണത്തിന് ആവശ്യമുള്ളവൻ പണം എടുത്തു കഴിഞ്ഞ് അതല്ല ഒരു ഗെയിം ചേഞ്ചിങ്. അതാണ് ഇത്. ഈ പണത്തിന് ഈ ഹൗസിൻ്റെ അകത്തുള്ള എല്ലാവർക്കും പണത്തിന് ആവശ്യമുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന എല്ലാവർക്കും നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ട കാര്യം, ഈ പണപ്പെട്ടി എങ്ങനെ പോയാലും മാക്സിമം പോയി കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? മാക്സിമം 10 ലക്ഷം രൂപയ്ക്ക് അകത്തേ ഉള്ളൂ ഇല്ലേ? ഓരോ ആഴ്ചയിലും ഇവർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആഴ്ചയിലും മാക്സിമം ബേസിക് സ്റ്റാൻഡേർഡ് തന്നെ ബേസിക്കായിട്ട് കൊടുക്കുന്നത് തന്നെ 30 രൂപയ്ക്ക് പുറത്തുള്ളൂ. 35 രൂപയുടെ ബേസിക്. നിങ്ങൾ ആലോചിച്ച് നോക്കും, 1-ാം ദിവസം തൊട്ട് ഇത്രയും ദിവസം വരെ 12 ദിവസം മുമ്പ് തന്നെ ഇവർക്ക് മാക്സിമം ഇവർക്ക് കിട്ടേണ്ട ഒരു തുക കിട്ടി. പിന്നെ ഇവർ പുറത്തിറങ്ങില്ല, അതിൻ്റെ രീതിയിലുള്ള തുക ഇവർക്ക് തന്നെ നേടാം. അപ്പോൾ ഈ പണപ്പെട്ടി എടുക്കേണ്ടവർക്ക് യാതൊരു കാര്യമില്ല. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പണപ്പെട്ടി എന്നുള്ളത് ഒരു ഗെയിമിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഗൈസ്, നോറ നല്ലൊരു ഗെയിമർ തന്നെയാണ്. ഞാൻ പറഞ്ഞ നോറയ്ക്ക് വോട്ട് ചെയ്യുക. നോറ ബാക്കിലായി പോയി. നോറ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് ഓരോരുത്തരുടെയും ഒരു വ്യക്തിപരമായ, ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യം പറയുകയാണ്. നോറ മുന്നോട്ട് വരണം. കാര്യം നോറ സീക്രട്ട് റൂമിൽ ഇരുന്നപ്പോൾ നോറ എന്തൊക്കെ കണക്ക് കൂട്ടിയാണ് വന്നത്. ആ നോറ ഈ ഒരാഴ്ച നോറ ഒരു പവർ പാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നോറ സീരിയസ്ലി നോറ ടോപ്പ് 5-ൽ വരും. അതല്ലാതെ നോറ കരഞ്ഞ് അല്ലെങ്കിൽ മാറി പോയി കഴിഞ്ഞാൽ നോറ പുറത്താവും, ഉറപ്പാണ്. യാതൊരു മാറ്റമില്ല. ഈ നോറയെക്കുറിച്ച് പറഞ്ഞു വെച്ചാൽ നോറ അകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നോറ എപ്പോഴും ഇതിൽ വരുന്നത്, നോമിനേഷനിൽ. അതുപോലെ തന്നെ പുറത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ പുറത്ത് നോറയുടെ സംസാരങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീവിട് പോലെ സംസാരമായിരിക്കാം. പിന്നെ അതുപോലെ നോറയുടെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 വരിയിൽ പറയണം താങ്ക് യു. ഈ നോറ പറയുമ്പോൾ അങ്ങ് ഇംഗ്ലണ്ടിൽ പോയിട്ട് വരും. ഈ താങ്ക് യു ഡിക്ഷണറിയൊക്കെ തുറന്ന് അത് എത്ര വാക്കിൽ കിടക്കുന്നത്, ഈ 32-ാം വേർഡിലാണ് താങ്ക് യു എന്ന് പറഞ്ഞാൽ അത് TH അങ്ങനെയാണോ താങ്ക് യു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നന്ദി അങ്ങനെയെന്ന് വെച്ചാൽ നോറ അങ്ങനെ കിടന്ന് കറങ്ങി കൊണ്ടെത്തിക്കും. മനസ്സിലായി. പിന്നെ പലരും പറഞ്ഞു വെച്ചാൽ നോറ ഒരു വിക്ടിം കാർഡ് ഇടുന്നുണ്ട്, നോറയുടെ വീട്ടുകാരെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ നോറയ്ക്ക് നെഗറ്റീവിൻ്റെ ഒരു അയ്യര് കളിയാണ്. ഞാൻ ഇന്നേ വരെ നോറ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടില്ല. ഒരിക്കൽ എന്ന് പറഞ്ഞായിരുന്നു എൻ്റെ വീട്ടുകാർ എങ്ങനെയായിരുന്നു, എനിക്ക് ഫ്രീഡോ കാര്യങ്ങളൊന്നുമില്ല, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇവിടെ. എടാ, ഇത് എല്ലാവരുടെയും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ല. അത് കോമൺ ആയിട്ട് നോറ സംസാരിച്ച്. ഇപ്പം ഞാൻ പറയട്ടെ, നോറയ്ക്ക് അതിൻ്റെ അകത്ത് സംസാരിക്കാൻ ആരുമില്ല. അതാണ് സത്യം. ഇപ്പം നോറ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സേഫായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയ മുടിയിലെന്ന് പറയുമ്പോൾ മുടിയൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു നിനക്ക് എന്തോ വലുത് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക. മനസ്സിലായില്ലേ? അപ്പം നോറയ്ക്ക് സംസാരിക്കാൻ ആരുമില്ല. അപ്പം നോറ ആകെ സംസാരിക്കുന്ന ക്യാമറ എടുത്ത് പോയിട്ട് പറയും, ബിഗ് ബോസ് ഞാൻ തിരിച്ചു വന്നു, ഞാൻ പൂർണ്ണ ശക്തിയോടെ തിരിച്ചു എന്ന് മാത്രമേ നോറയ്ക്ക് പറയുള്ളൂ. അല്ലാതെ ഇപ്പോൾ നോറ ഔട്ടായാലും നോറ അതിൻ്റെ തിന്നാലും അതിൻ്റെ അകത്തുള്ളവർ ആർക്കും ഒരു ഗുണവുമില്ല എന്നാണ് നോറ. എല്ലാവരും അതിൻ്റെ അകത്തുള്ളവർക്ക് അങ്ങനെ തന്നെയാണ്. നോറ പോയാൽ നല്ലതെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് നോറ വീട് തിരിച്ചു വന്നപ്പോൾ എല്ലാവരും കളിയാക്കല, പിന്നെയും തിരിച്ചു വന്നു അങ്ങനെയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നോറ അതിൻ്റെ അകത്ത് നിൽക്കണമെന്ന് അതിൻ്റെ അകത്ത് ആരും അർഹിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. പുറത്ത് പോയപ്പോഴും എല്ലാവരും സന്തോഷിച്ചു. പക്ഷേ തിരിച്ചു വരുന്ന ആരും പ്രതീക്ഷയില്ല. തിരിച്ചു വന്നെങ്കിൽ അത് ടോപ്പ് 5-ലേക്ക് പോകട്ടെ എന്ന് നമുക്ക് തന്നെ കാത്തിരിക്കാം. പക്ഷേ എന്നാലും നോറ ഒരു ഗെയിമറാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഇന്നേ വരെ ഞാൻ ഒരു മനുഷ്യൻ്റെ 100 പൈസ മേടിച്ചിട്ടില്ല. സീരിയസ്ലി എനിക്ക് പൈസയ്ക്ക് ഒരുപാട് ആവശ്യമുണ്ട്. സീരിയസ്ലി അങ്ങനെ കുറച്ച് പേര് എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഞാനൊരാളെ പേര് പറയാം, ചേട്ടാ അയാളെക്കുറിച്ച് പറയുമോ, കുറച്ച് പൈസ തരാം എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണ തെറ്റല്ലടാ. നമ്മളെപ്പോഴും നേരായ പൈസ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്കതിൻ്റേതായ പൈസ ആവശ്യമില്ല. ഞാൻ ഈ സീസൺ കാണുന്നതുകൊണ്ട് എനിക്ക് ആ ഗെയിമിനെ കുറിച്ച് അറിയാം. ഗെയിമിനെ കുറിച്ചല്ല, ഈ കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് അറിയാം. അപ്പോൾ അവരവരെ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഈ നോറയെ ഇങ്ങനെ കൊണ്ടിടേണ്ട ആവശ്യമില്ലടാ. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കടാ. ശ്രീതു എന്ത് ഗെയിമാണ് കളിക്കുന്നത്? ശ്രീതു അർജുനും ഒരു കോംബോ, ആ ഒരു ക്യൂട്ട്നെസ്, ആ ഒരു ലവ്, ആ ഒരു ട്രാക്കില്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഒരു ഗെയിമും ഇല്ലടാ. ഈ നോറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്നു, കരയുന്നു, സങ്കടപ്പെടുന്നു, എല്ലാം ഒറ്റയ്ക്കാണ്. ക്യാമറ നോക്കി കരയുന്ന ഒറ്റയ്ക്ക്, ക്യൂട്ട്നെസ് എന്ന് പറയുന്നത്, മോൺസ്റ്റാർ എന്ന് പറയുന്നത് എല്ലാം ഒറ്റയ്ക്കാണ്. ഇപ്പോൾ നോറയ്ക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നോറ എടുത്ത് പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ നോറ മാറിയില്ല ഞാനും കൂടെ ഉണ്ട് എന്ന് പറയാൻ അവിടെ ആരുമില്ലടാ. ക്യാമറ ഉള്ള മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ ഗൈസ്, നമുക്ക് അടുത്ത് 6-ാം സ്ഥാനമാണ് ശ്രീതു. എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ നോറ ശ്രീതുവിനെയൊക്കെ കടത്തി വിട്ടു നോക്കി, ഉറപ്പാണ്. കാര്യം 1,85,234 വോട്ടാണ് ശ്രീതു. എനിക്ക് തോന്നുന്നത് ശ്രീതുവൊക്കെ ഈ 6-ാം സ്ഥാനത്ത് നിന്നൊക്കെ മാറും, ഉറപ്പാണ്. ശ്രീതുവൊക്കെ ഈ ആഴ്ച പോയി, യാതൊരു മാറ്റമില്ല. ഒന്നെങ്കിൽ ഗെയിം കളിക്കണം. ഈ ശ്രീതുവിൻ്റെ ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീതു അർജുൻ കോംബോ, അല്ലെങ്കിൽ ശ്രീതു ഒന്നുമില്ല. ശ്രീതുവിൻ്റെ ഒരു കോംബോ, ശ്രീതു എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും പുറത്ത് ചർച്ച പോലും ആയിട്ടില്ല.
ശ്രീധുവിനെ പുറത്ത് ചർച്ച ചെയ്യുന്നത് അവരൊരു കോംബോ മാത്രമാണ്. അല്ലാതെ ശ്രീധുവിൻ്റെ ഏതൊരു കണ്ടൻറ്റാണ് പുറത്ത് ചർച്ചയായിട്ടുള്ളത്? പറ. മഴ തൂർന്ന് പിന്നെ അമ്മ ശ്രീധുവിൻ്റെ അമ്മ വന്നിട്ട് എന്നെ പറയാണ്, നീ വന്ന് ശ്രീധുവിൻ്റെ അമ്മയുടെ വാക്ക് ഇങ്ങനെയായിരുന്നു, ജിൻഡോയെ കണ്ടുപടി. യെസ്, ശ്രീധുവിൻ്റെ അമ്മ പറയൽ എന്താ തെറ്റ്? ജിൻഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കളിക്കുന്ന വ്യക്തിയാണ്. ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ ജിൻഡോയ്ക്ക് യാതൊരു കുഴപ്പമില്ല. ആര് വന്നാലും എല്ലായിടത്തും വെട്ടി തുറന്നങ്ങ് പറയും. പക്ഷേ ശ്രീധു, അർജുൻ ഇവർ തമ്മിൽ ഒരിക്കലും ഒരു ക്ലാഷ് ഉണ്ടാവില്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം അർജുൻ ഒരു ബാഗിൻ്റെ ഒരു പഞ്ഞീരൊരു ഇതുണ്ടായിരുന്നു, അതിൽ നന്ദനെ എടുത്ത് തറ അടിക്കുന്നു, നന്ദന് തറ വിടുന്നു. അത് ശ്രീധു അങ്ങനെ എടുക്കുമെന്ന് തോന്നുന്നുണ്ട്? ഇല്ല. അവർ പരസ്പരം ഒരു എന്താ പറയുക, ഒരു പരസ്പരം ഒരു എന്താ പറയുക സ്നേഹവും അങ്ങനത്തെ. ഇപ്പം അതുപോലെ തന്നെയാണ് നന്ദനയും സായിയും വന്നപ്പോഴും കണ്ട നന്ദനയ്ക്ക് അത് എടുക്കാൻ പറ്റുന്നില്ല. കാര്യം അവർ തമ്മിലൊരു ബോണ്ടായിപ്പോയി, ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു അനീതി ബോണ്ടായതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം ഇതിൻ്റെ അകത്ത്. നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരു കപ്പേ ഉള്ളൂ, അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എല്ലാവർക്കും കൊടുക്കുകയൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് നിന്നിട്ട് നമ്മൾ ശരിക്കും പുറത്തിറങ്ങുമ്പോൾ നമ്മളെ അവർ പിന്നെ അതുപോലെ കാണും, സ്നേഹിക്കും, ഒരിക്കലും ഇല്ല. മൂവ് ഓൺ, ലൈഫ് ഈസ് മൂവ് ഓൺ. കാര്യം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആരും തമ്മിൽ നോക്കിയൊന്നുമില്ല. ശ്രീധുവിൻ്റെ പാട്ടിന് പോകും, അർജുൻ്റെ പാട്ടിന് പോകും. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്തവന്മാരെല്ലാം മണ്ടന്മാരെ നോക്കിക്കൊണ്ടിരിക്കും, അത്ര തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളതിൻ്റെ അകത്ത് ഗെയിം കളിക്കുന്നത്, അതിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്, ടോപ്പ് 5 വരണമെങ്കിൽ നല്ല ഗെയിമുകൾ മാത്രം, നല്ല ഗെയിമുകൾ കളിക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരിക. അല്ലാതെ വെറുതെ നിങ്ങൾ വോട്ടിട്ട് വെറുതെ നിർത്തരുത് എന്നാണ് എനിക്ക് പറയുന്നത്. ശ്രീധുവിന് നിങ്ങൾ കഴിഞ്ഞ വീക്കിൽ വോട്ടെടുത്താൽ മനസ്സിലാവും, ശ്രീധുവിൻ്റെ പകുതി വോട്ടും വന്നത് അർജുൻ്റെ വോട്ടാണ്. ഇപ്പോൾ അർജുനും ശ്രീധുവും വന്നപ്പം ശ്രീധുവിൻ്റെ ഗ്രാഫ് കണ്ട് 6ാം സ്ഥാനത്തേക്കാണ് പിന്തള്ളിക്കുന്നത്, 6ാം സ്ഥാനം. അല്ലെങ്കിൽ ശ്രീധു നിന്നത് 3ാം സ്ഥാനത്തായിരുന്നു. ശ്രീധു ഒറ്റയ്ക്ക് കളിച്ചെങ്കിൽ ശ്രീധു 3ാം സ്ഥാനം നിൽക്കുന്നതിന്. ഇപ്പം ശ്രീധുവിന് അർജുനും വന്നപ്പോൾ ഇവർ തമ്മിലുള്ളൊരു കോംബോ കാരണമാണ് ശ്രീധു താഴോട്ട് വലിച്ചിട്ടത്. സോ ഗൈസ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം. ഇവർ തമ്മിൽ കോംബോ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവർ രണ്ടുപേരുടെ വോട്ട് ഇവർക്ക് ഇപ്പം ശ്രീധുവിൻ്റെ ഫാൻസ് അർജുനും ഒരേ ഫാൻസ് ആയിരിക്കും. അപ്പോൾ ഇവർ ഓരോ ദിവസം ശ്രീധുവിനോട്, ഒരു ദിവസം അർജുനോട്, അങ്ങനെ പോയി ഈ ഗ്രാൻഡ് ഫിനാലിലേക്ക് എത്തില്ല, ടോപ്പ് 5 പോലും എത്തില്ല. സോ ഗൈസ്, അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെയാണ് ശ്രീധുവിനെ കാട്ടിയും ഡിസർവിംഗ് ആണ് നോറ നല്ല ബാക്കിലാണ്. നോറ എനിക്കൊന്ന് വോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. ശ്രീധു ഒരു ഫൈറ്റോ കാര്യങ്ങളോ ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ചുമ്മാ ക്യൂട്ട്നെസ് ഒക്കെ ഇട്ടിട്ട് ശരി എന്ന് മാത്രമാണ്. അല്ലാതെ അതിൽ ഒരുപാട് പേര് പറയുന്നുണ്ട്. പിന്നെ വരെ ആരും ശ്രീധുവിൻ്റെ അടുത്ത് കയറി അങ്ങനെ ഉടക്കാനോ കാര്യങ്ങളൊന്നും പോയിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ട്, വലിയൊരു ഉടക്കോ കാര്യങ്ങളോ വലിയൊരു ഇതോ ഇല്ല. എല്ലാം നോറയുടെ അടുത്താണ് എല്ലാവരും പോകുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് ശ്രീധു ചില സമയത്തൊക്കെ ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ആ നന്ദനെ പുറത്താക്കിയൊരു ഗെയിമുണ്ട്, അത് നല്ല അടിപൊളി ഗെയിമാണ്. നന്ദനെയും പുറത്തായി, ശ്രീധു പുറത്തായി. കാര്യം അവിടെ ശ്രീധു ഒറ്റയ്ക്ക് കളിച്ചു, അത് നല്ലൊരു ഗെയിമറായിരുന്നു. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ശ്രീധു ഗെയിമർ അല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ശ്രീധു അർജുൻ കോംബോ ഉള്ളത് കൊണ്ട് മാത്രമാണ് ശ്രീധു നിൽക്കുന്നത്. ആ കോംബോ ശ്രീധു അംഗീകരിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ നന്ദൻ എന്ന വ്യക്തി അംഗീകരിച്ചില്ല. നന്ദൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒല്ലൊരാളോട്ടാ ഞാൻ ഒറ്റയ്ക്ക് ഗെയിം കളിച്ചു, എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഗെയിം കളിച്ചു. നന്ദന് എന്തൊരു ഷോ ആയിരുന്നു, സത്യം പറയാൻ പോയത് നന്നായി. അദ്ദേഹം പറഞ്ഞു ഭയങ്കര ഷോ ആയിരുന്നു. ഈ സിജോയും സായി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്താക്കാനേ ഉള്ളൂ. സായി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ ബാക്കിൽ ചുമ്മാ ഇങ്ങനെ നിൽക്കുക. സിജോയ്ക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാഗിനെ നോറ പിടിച്ച പോലെ സിജോ നന്ദനെ പിടിച്ച് കഴിഞ്ഞാൽ നന്ദനാണ് ഔട്ടാവേണ്ടത്. അതൊന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് നന്ദൻ നിന്നത്. എന്നിട്ട് അനിയത്തിക്കുട്ടി പാസം ഇതൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മളാരും മണ്ടന്മാരല്ല, മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നന്ദനെ പുറത്താക്കി. നന്ദനെ ഈ ആഴ്ച പുറത്തായില്ലെങ്കിൽ എല്ലാം കൂടെ നേരെ കയറി പോയി. നന്ദനെയും സായും പുറത്താവേണ്ടതാണ്. പിന്നെ ഈ സീക്രട്ട് റൂമും പിന്നെ അതുപോലെ സായി എന്തോ പറയാൻ വേണ്ടി ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് സ്റ്റിൽ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അത് ഈ ആഴ്ച കൊണ്ട് തന്നെ. അതിനുശേഷം സായി പുറത്താവും. പിന്നെ ശ്രീധുവിന് നിങ്ങൾ വോട്ട് ചെയ്യുന്നെങ്കിൽ വോട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ വെച്ചാൽ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് കമൻറ്റ് ചെയ്യുക. ശ്രീധു ഒരു ഗെയിം, ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഗെയിമറായിട്ട് ശ്രീധുവിന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഉറപ്പാണ്. ശ്രീധു ഒരു എന്താ പറയുക, ഒരു റൊമാൻറ്റിക് അല്ലെങ്കിൽ ഒരു ലവ് അങ്ങനത്തെ ഒരു ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ എന്താ പറയുക, ഒരു ഗെയിമർ എന്നൊരു പേര് ശ്രീധുവിന് ഒരിക്കലും കിട്ടില്ല. സോ ഗൈസ്, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒരു ഗെയിമർ എന്നൊരു പേര് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ ഗൈസ്, എന്തായാലും നമുക്ക് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ശ്രീധുനാണെങ്കിൽ ശ്രീധു, അർജുനാണെങ്കിൽ അർജുൻ, ജാസ്മിൻ, ജിൻഡു, അഭിഷേകിലില്ല, പിന്നെ നോറ, പിന്നെ അതുപോലെ തന്നെയാണ് എല്ലാവരും ഉണ്ട്. അപ്പം ഇത്രയും പേരുണ്ട്, 8 പേരുണ്ട്. ഇവിടെ അടുപ്പിച്ച് 8 പേരും നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് മസ്റ്റ് കമൻറ്റാണ്. ഈ കമൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. കൂടാതെ തന്നെ എന്താ പറയുക, തമിഴ്നാട്ടിൽ എനിക്കുകൊണ്ട് ഈ എനിക്കുകൊണ്ട് ശ്രീധു ഒരു ഗ്രാഹി കിട്ടിക്കാണും. ഈ ഗെയിം എങ്ങനെ കളിക്കേണ്ടത്, അല്ലെങ്കിൽ ഗെയിം എങ്ങനെ കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ ഗെയിം എങ്ങോട്ട് പോവുക, അങ്ങനെ ഒരു ഗ്രാഹി കിട്ടിക്കഴിഞ്ഞാൽ ശ്രീധുവിനെ തമിഴ്നാട്ടിലേക്ക് വിളിക്കും. കാര്യം ശ്രീധുവിൻ്റെ ക്ലിപ്പ് ഷോർട്സ് ഒരുപാട് വൈറലാണ്. അപ്പോൾ ഇത് തമിഴ്നാട്ടിൽ വിളിക്കാൻ ചാൻസ് കൂടുതലാണ്. മേ ബി പോവാം, മേ ബി പോവാതിരിക്കാം.
ഇന്ന് രണ്ടും നമുക്ക് തീരുമാനിക്കാം. ചിലപ്പം അർജുൻ, ശ്രീതു ഇവർ രണ്ടുപേരും ചിലപ്പോൾ പുറത്തിറങ്ങുമ്പം ഒരു കല്യാണം കഴിച്ചേക്കാം. അതാണ് ഒരുപാട് പേര് ആഗ്രഹിക്കും. ചിലപ്പം കല്യാണം കഴിക്കാതിരിക്കാം. മേ ബി മനസ്സിലായില്ല. അങ്ങനത്തെ ഒരു ഇതിലാണ് പോകുന്നത്. ചിലപ്പോൾ കല്യാണം കഴിയും, ചിലപ്പോൾ കല്യാണം കഴിക്കാതിരിക്കാം. ഇപ്പോൾ നമ്മളൊരു സീരിയൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ രണ്ടുപേരും നല്ല കോംബോ, ഇവർ കല്യാണം കഴിച്ചെങ്കിൽ നമ്മൾ പലരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ അവർ ആ ഒരു 4 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷം കഴിയുമ്പോൾ അവർ പരസ്പരം വേറെ സീരിയൽ നോക്കുന്നു. പിന്നെ വേറെ ഭർത്താവ്, വേറെ ഭാര്യ, അവരങ്ങനെ അവരൊരു ട്രാവലിംഗ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ 100 ദിവസം നമ്മളെല്ലാവരും വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീതു അർജുൻ ഒന്നിക്കണം എന്നായിരിക്കും, ഇല്ലേ? കൊച്ചു കുട്ടികളൊക്കെ അങ്ങനെ ഒന്നിക്കണം. പക്ഷേ ഒന്നിക്കണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കും. പക്ഷേ അത് ഒന്നിക്കുകയോ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ട്രാവലിംഗ് ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഓരോ ട്രാവൽ ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഓരോരുത്തർ കാണും ഇങ്ങനെ ചിലവർ പോവും, ചിലവർ കയ്യിൽ കൂടെ പിടിക്കും, ചിലവർ മുന്നോട്ട് കൊണ്ടുപോകും, ചിലവർ ആ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കും. പക്ഷെ അറിയില്ല, ശ്രീധുവിൻ്റെ അമ്മയുടെ ഒരു ടോക്ക് വെച്ച് എനിക്ക് തോന്നുന്നില്ല അവർക്ക് ആപ്റ്റാവില്ല എന്ന്. സോ എന്തായാലും നിങ്ങൾക്ക് ശ്രീധു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യുക. നമുക്കത് ശ്രീധുവിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ അർജുനെ പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. സിസ്റ്റത്തിൽ വരട്ടെ. നെക്സ്റ്റ് 4ാം സ്ഥാനമാണ് അർജുൻ. എനിക്ക് ടോപ്പ് 5 അർജുൻ മിക്കവാറും കയറാനുള്ള ചാൻസ് കൂടുതലാണ്. 1,87,234 വോട്ടാണ്. അർജുൻ്റെ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ ഒരു ഗെയിമറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ ഓൾമോസ്റ്റ് ഒരു ഗെയിമറാണ്. അർജുൻ മൈൻഡ് ഗെയിം കളിക്കാറുണ്ട്. ഈ ശ്രീധു അർജുൻ കോംബോ ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അർജുൻ ടോപ്പ് 2 വരേണ്ടതാണ്. പക്ഷേ ഈ ശ്രീധു അർജുൻ കോംബോ വരുമ്പോൾ അവരെ ഫാൻസൊക്കെ അർജുൻ വോട്ടിടാനുള്ള ചാൻസ് കുറവാണ്. മനസ്സിലായില്ല? എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ അർജുൻ ചേട്ടന് വോട്ടിടണോ, അല്ലെങ്കിൽ ഇന്ന് ശ്രീധു ചേച്ചിക്ക് വോട്ടിടാം, നാളെ അർജുൻ ചേട്ടന് വോട്ടിടാം, അങ്ങനെയാണ് പോകുന്നത് അവരുടെ വോട്ടിംഗ് സ്പ്ലിറ്റ്. പക്ഷേ അർജുൻ നല്ലൊരു ഗെയിമറാണ്. സീരിയസ്ലി അർജുൻ നല്ലൊരു ഗെയിമറാണ്. പക്ഷേ ചില സമയത്ത് പലരും പറയുന്നു വാഴയെന്ന്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ്റെ ഒരു മൈൻഡ് ഗെയിം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പോയിൻ്റ് ടേബിളുണ്ട്, അറിയാമല്ലോ നിങ്ങൾക്ക് ഇപ്പോഴത്തെ. അപ്പോൾ അതിൽ പറയാണ് ഗ്രാൻഡ് ഫിനാലിൽ പോകുമെന്ന് എനിക്കറിയില്ല, എനിക്ക് വേണം. അപ്പോഴത്തേക്ക് മുടിയൻ പറയണത് നിനക്ക് അതങ്ങനെ ചെയ്യാൻ പറ്റും, നമ്മളെല്ലാവരും കളിച്ചല്ലേ, നിനക്കങ്ങനെ ഔദാര്യത്തിൽ തരാൻ പറ്റില്ല എന്ന് പറയാണ്. എന്നാൽ ഓക്കെ. അപ്പോൾ ജാസ്മിൻ പോവുകയാണ്. അത് ആർക്കും കിട്ടാതാവാതിരിക്കാൻ വേണ്ടി അർജുൻ തന്നെ പറയാണ് എന്നാൽ നീ എടുത്തോ, മുടിയനെ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ അഭിഷേകം മുടിയൻ കൊടുത്ത്. അങ്ങനെ ആ ഒരു ഔദാര്യം കിട്ടിയത് വേറെ ആക്കുമല്ല. ഈ ഔദാര്യം എന്ന് ചോദിച്ച വാക്ക് ഔദാര്യത്തിലായി പോയത് മുടിയനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു മൈൻഡ് ഗെയിമാണ്. ഈ മൈൻഡ് ഗെയിം കളിക്കാൻ അർജുൻ കിട്ടില്ല. പിന്നെ അർജുൻ്റെ ഫിസിക്കൽ ഗെയിം വന്നാലും അല്ലാത്ത ഗെയിം വന്നാലും അർജുൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ നന്ദനെ അർജുൻ തൂക്കി തറ ഇടുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നന്ദൻ്റെ ഒരു പെൺകുട്ടിയോ അങ്ങനത്തെ ഒരു പാറ്റേണോ അങ്ങനെ ഒരു മീൻസ് നന്ദൻ ഒരു പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു സോഫ്റ്റ് കോൺ അങ്ങനെ ഒന്നും കൊടുക്കാതാണ് അർജുൻ തൂക്കി ഇട്ടത്. പക്ഷേ അത് അർജുൻ അത്രത്തോളം റിഗർ ആവുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അർജുൻ പറയട്ടെ ഞാനത് കെട്ടട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും നന്ദനെ ഒരു കൊച്ചനിയത്തി കുട്ടിത്തരം എന്ന് പറഞ്ഞാൽ അതിനെ വലിച്ച് കീറാൻ വേണ്ടി കിടന്ന് ശ്രമിക്കുക. അപ്പോഴാണ് സഹി കേട്ട് വന്നപ്പോൾ തൂക്കി എടുത്തിട്ട് ഇത് അടക്കുന്നു. സോ ഗൈസ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. കൂടാതെ അർജുൻ്റെ ഗെയിമിനെ കുറിച്ച് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അർജുൻ ശ്രീധു അങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നതുകൊണ്ട് അർജുൻ്റെ ഗെയിമും അർജുൻ എന്തിനാണ് അതിൻ്റെ അകത്ത് വന്നത് അതുപോലും അർജുന് മനസ്സിലാവാതാണ് അർജുൻ ഇപ്പോഴും ഗെയിം കളിക്കുന്നത്. അർജുൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഗെയിം കളിക്കുക, ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുക, അങ്ങനത്തെ ഒരു ഗെയിമാണ് അർജുൻ നോക്കേണ്ടത്. ഇത് അർജുൻ വന്നത് അർജുൻ മറന്നുപോയി. അർജുൻ കുറച്ച് ദിവസം ഒറ്റയ്ക്കൊക്കെ നിന്ന് ആദ്യം വന്ന സമയത്ത് അർജുൻ നല്ല ആറ്റിറ്റ്യൂഡിൻ്റെ കിങ് ആയിരുന്നു. പേരെന്താ? അർജുൻ. ആ ഒരു പാറ്റേൺ ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ അർജുൻ ശ്രീധു ഒരു കോംബോയി മാറി. അത് അർജുൻ ശ്രീധു കോംബോ പോകുന്നുണ്ട്, അത് ചർച്ചയാവുന്നുണ്ട് എന്നിവർ രണ്ടുപേരും മനസ്സിലാക്കിയതിന് ശേഷം ചില സമയത്തൊക്കെ വെറുപ്പിക്കുന്ന സാധനങ്ങളൊക്കെയാണ് രണ്ടും കൂടെ പറയുന്നുണ്ട്. പാട്ടൊക്കെ പാടിയിട്ട് തമിഴ് പെണ്ടാട്ടി ചില സമയത്തൊക്കെ ഇമാര് വെറുപ്പിക്കല്. പിന്നെ അർജുൻ്റെ ജാസ്മിനും അർജുനും ഭാര്യ ഭർത്താക്കളാവുക. പിന്നെ ഇവർ വന്നത് എവിടെ നിന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അർജുൻ പറഞ്ഞു ഞങ്ങൾ ജാസ്മിനെ കണ്ട ഞാൻ അണ്ടി ഫാക്ടറിയിൽ അണ്ടി ഉണങ്ങിക്കൊണ്ടിരുന്നത്. അത് പഴയ തമാശ എന്ന് വെച്ചാൽ നമ്മൾ ഈ കോമഡി സ്റ്റാറിലെ കണ്ട തമാശകളൊക്കെയാണ് അർജുൻ എടുത്തിട്ടുന്നത്. അത് ഒരുപാട് പേര് ചിരിക്കുന്നുണ്ട്. പിന്നെ അതിനിടെ കൂടെ ജിൻഡോ സ്കോർ ചെയ്യാൻ നോക്കി. ജിൻഡോ പറയാണ് അണ്ടി ഫാക്ടറിയിൽ മാനേജർ ഞാനായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ചോദിക്കണം അണ്ടി ജിൻഡോ എന്ന് പറഞ്ഞ് അങ്ങനെ ജിൻഡോ എല്ലാവരും വിളിക്കുകയാണ്. സോ ഗൈസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അർജുൻ ഒരു ഗെയിമർ ആവാനുള്ള ചാൻസ് ഇനി ഇല്ല. അർജുൻ ഒരു ഗെയിം മുന്നോട്ട് കൊണ്ടുവരാനോ അർജുൻ ഇനി മുന്നോട്ട് എന്തെങ്കിലും ചെയ്യാനോ യാതൊരു ഇമ്പാക്റ്റും അർജുൻ ഇനി ചെയ്യില്ല. കാര്യം അർജുൻ്റെ ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീധു അർജുൻ എന്നൊരു ഗ്രാഫായി മാറിയിട്ടുണ്ട്. ഇനി അർജുന് ഒറ്റയ്ക്ക് സഞ്ചരിച്ചാൽ അർജുന് വോട്ട് കിട്ടില്ല. ഈ ടോപ്പ് 5 വരെയുള്ളൂ. ഇപ്പോൾ എനിക്കറിയില്ല ആരെങ്കിലും പ്രൈസ് മണി എടുത്തുകൊണ്ട് പോവില്ലെന്ന്. പക്ഷേ അർജുന് ടോപ്പ് 5 വരെയുള്ള മേ ബി ചാൻസ് 50-50% ആണ്. ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാതിരിക്കാം. പക്ഷേ എങ്കിൽ പോലും അർജുൻ ടോപ്പ് 1 അല്ലെങ്കിൽ ടോപ്പ് 2 ടോപ്പ് 3 ഇതിൻ്റെ അകത്ത് എന്തായാലും വരില്ല. കാര്യം ഈ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്താ പറയുക, ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് മൈൻഡ് ഗെയിമിൽ ഒറ്റയ്ക്ക് തൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഒരു ചൈനയിലെ ഒരു ഗെയിം പോലെയാണ്. ചൈനയിൽ ഇതെല്ലാം ഉണ്ട്. അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഒരുപാട് രാജ്യത്ത് ഒരുപാട് ഗെയിമുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ മലയാളികൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് കളിക്കുന്നവരെ നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ ശ്രീതു കോംബോ, അത് കോംബോ വർക്കായി. അതിനെയാണ് നമ്മൾ ആദ്യം കൈയടിക്കേണ്ടത്. പലരും ഇവരെ കോംബോയെ കളിയാക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോംബോ വർക്കാക്കുക, അല്ലെങ്കിൽ കേരളക്കരയെ കൊച്ചു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് ഭയങ്കര പ്രയാസമുള്ള കാര്യം. അത് പക്ഷേ അത് അവർ ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അവർക്ക് തന്നെ മനസ്സിലായി, ഈ വൈൽഡ് കാർഡ് എൻട്രി വഴി വരുന്നവരും അവരുടെ വീട്ടുകാർ വരുന്നപ്പോഴും അർജുന് ശ്രീതു എന്ന് അവർക്ക് തന്നെ മനസ്സിലായി. ആ ഒരു കോംബോ വർക്കായി, എല്ലാവരും ഇഷ്ടപ്പെട്ടു, മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ പോകുമ്പം ഇവർ വിചാരിക്കുന്നത് വെച്ചാൽ ഇവർക്ക് ഒരുപാട് വോട്ട് മറിയുന്നു. പക്ഷേ ഇവർക്ക് ആർക്കും വോട്ട് മറിയുന്നില്ല. പക്ഷേ ഇവരെ കോംബോ ഇഷ്ടപ്പെട്ട് ഇവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അത്രയാണ്. ഇപ്പം ഈ 100 അല്ല 200 ദിവസമായാലും ഇവരെ കോംബോ ഇഷ്ടപ്പെട്ട് ആൾക്കാർ വോട്ട് ചെയ്യുന്നു. അങ്ങനെ തന്നെ, അല്ലാതെ യാതൊരു ഇമ്പാക്റ്റും കാര്യങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ കപ്പടിക്കാനുള്ളൊരു ഇതൊന്നും കിട്ടുകയൊന്നുമില്ല. ഈ കോംബോ ഇഷ്ടപ്പെട്ട് ഇവർ അങ്ങനെ പോകുന്നു. ഇപ്പോൾ 200 ദിവസമായാലും ആ കോംബോ അങ്ങനെ പോകുന്നു, അത്രയാണ്. അല്ലാതെ കപ്പ് കയ്യിൽ കൊടുക്കേണ്ട യാതൊരു യോഗ്യതയൊന്നും ഇവർക്കില്ല. കാര്യം കപ്പ് കയ്യിൽ കൊടുക്കണമെങ്കിൽ എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്യണം, അത്രത്തോളം സ്ട്രഗിൾ ചെയ്യണം, അത്രത്തോളം ഗെയിമിൽ മുന്നോട്ട് വരണം, എല്ലാവരെയും വെറുപ്പിച്ച് സോഷ്യൽ മീഡിയ വരെ വെറുപ്പിച്ച് അങ്ങനത്തെ രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ കപ്പ് കിട്ടുള്ളൂ. അങ്ങനെ കപ്പ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഗൈസ്, നമുക്കിനി വലിയൊരു വ്യക്തിയുടെ അടുത്തേക്കാണ് പോകണം. വലിയൊരു വ്യക്തി ഞാൻ തന്നെയാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. സോ നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. ഞാൻ എപ്പോഴും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പല യൂട്യൂബ് കിഴങ്ങന്മാരും എന്താ പറയുക, അത്ര രീതിയിലൊക്കെ കമന്ന് കിടന്ന് കണ്ടുപിടിച്ചിട്ട് പോലെ എല്ലാം തെറ്റിച്ചിട്ട് കറക്റ്റ് ആകാശ് പറഞ്ഞാണ് ശരിയെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അത് എൻ്റെ വിജയം തന്നെയാണ്, അത് നിങ്ങളുടെ വിജയം തന്നെയാണ്. നിങ്ങൾ എൻ്റെ തരുന്ന ഒരു അർപ്പപ്രണത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് തന്നെ ആ വിശ്വാസം ഞാൻ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. സോ ഗൈസ്, AR ആകാശ്, വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ് എന്ന് പിന്നെയും പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ പിന്നെയും വരാം, അല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്കൊക്കെ വരൂടെ, നമുക്ക് കണ്ടിരിക്കാം. സോ ഗൈസ്, അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. AR പറയടാ, നിങ്ങൾ എല്ലാവരും പറയടേ. എടാ എൻ്റെ കമൻറ്റൊക്കെ ഇടേ, AR ആകാശ് കിടലോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടാൻ കിട്ടും. ഓക്കെ ഗൈസ്, ബൈ ബൈ. സൂ.